വിഷ്ണുപുരം പാമ്പുറം പുണ്യക്ഷേത്രത്തിൽ വരാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും കഴിയുന്നത് ഒരു ഭാഗ്യമെന്ന് ഞാൻ കരുതട്ടെ. ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ, അമ്പലം വിട്ട് തടിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ, വളരെ ദൂരെ തന്നെ കേൾക്കുന്ന ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ ഏവർക്കും എൻ്റെ നമോവാകണം. 8 വർഷത്തിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഞാൻ വന്നിരുന്നു. അന്നൊരു ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ ഭാഗമായി ഭാഗവതത്തെപ്പറ്റി ഒരു പ്രസംഗം ഞാൻ ചെയ്തിരുന്നു. ഇന്ന് ഇവിടെ ദശാവതാര ചാർട്ട് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ദശാവതാരത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു മതങ്ങളിൽ ഈശ്വരൻ ആകാശമേഘങ്ങൾക്കപ്പുറത്ത് ഒരു സ്വർഗത്തിൽ ഇരിക്കുകയാണ്. താഴെ നമ്മൾ ഭൂമിയിൽ. മനുഷ്യനെ ഈശ്വരൻ വളരെയധികം പീഡിപ്പിക്കുന്നു. മക്കളെ കൊന്ന് ദൈവത്തെ സന്തോഷിപ്പിക്കുക, മൃഗങ്ങളെ ബലി കൊടുത്ത് ദൈവത്തെ സന്തോഷിപ്പിക്കുക, ഇങ്ങനെയാണ് പല മതങ്ങളുടെയും വിശ്വാസ സംവിധാനം. എന്നാൽ സനാതന ധർമ്മത്തിൽ ഈശ്വരൻ സ്വർഗത്തിൽ കൂട്ടിയിരിക്കുന്നതിന് പകരം മനുഷ്യൻ അപകടത്തിലാവുമ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ് ഉള്ളത്. എന്തിനാണ് ഈശ്വരൻ അങ്ങനെ അവതരിക്കുന്നതെന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നു. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനാം സൃജാമഹ പരിത്രാണയ സാധൂനാം വിനാശയ ദുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗേ. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നു, എപ്പോഴൊക്കെ അധർമ്മം തലവെക്കുന്നുവോ, അപ്പോൾ ഞാൻ ഭൂമിയിൽ അവതരിക്കും. ഞാൻ അവതരിച്ചിട്ട് 3 കാര്യം ചെയ്യും. പരിത്രാണയ സാധൂന, സാധുക്കളായ മനുഷ്യരെ രക്ഷിക്കും. വിനാശയ ദുഷ്കൃത, ക്രൈം ആൻഡ് ക്രിമിനൽസിനെ അമർച്ചയും. ധർമ്മ സംസ്ഥാപനാർത്ഥായ, റൂൾ ഓഫ് ലോ ഈ ഭൂമിയിൽ നടപ്പാക്കും. ഈ 3 കാര്യത്തിലാണ് ഭഗവാൻ ഭൂമിയിലേക്ക് വരുന്നത്. വിഷ്ണു ഭഗവാന്റെ ഭൂമിയിലെ 10 അവതാരങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലെ കഥ നമ്മളോട് പറയുന്നത്. ദേവി ഭൂമിയിൽ ദശാവതാരം ചെയ്തു, 10 അവതാരം ചെയ്തു. ആ കഥയാണ് ദേവി ഭാഗവതത്തിൽ നമ്മൾ കാണുന്നത്. പരമശിവൻ മഹാദേവൻ അഷ്ടദശാവതാരം, 18 അവതാരങ്ങളാണ്. 12 മനുഷ്യരൂപം, 6 മൃഗരൂപം. ശിവപുരാണത്തിൽ വിശദമായി പറയുക. ഇവിടെ ഭഗവാൻ വിഷ്ണു പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമായതിനാൽ വിഷ്ണു ഭഗവാന്റെ ദശാവതാരമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അതിന് ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ട്. കൃതയുഗത്തിൽ 4 അവതാരം, ത്രൈതായുഗത്തിൽ 3 അവതാരം, ദ്വാപരയുഗത്തിൽ 2 അവതാരം, കലിയുഗത്തിൽ 1 അവതാരം. 4, 3, 2, 1 ഡിസെൻഡിങ് ഓർഡറിലാണ് വരുന്നത്. ഭഗവതി ഭൂമിയിൽ അവതരിക്കുമ്പോഴും അതേ ഓർഡറിലാണ് വരുന്നത്, 4, 3, 2, 1. പരമശിവൻ ഭൂമിയിൽ അവതരിക്കുമ്പോഴും 4, 3, 2, 1 ആ ഒരു ഇക്വേഷനിലാണ് 18 അവതാരങ്ങൾ നടക്കുന്നത്. അത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. വിഷ്ണു ഭഗവാന്റെ ദശാവതാരം മത്സ്യം കൂർന്നും വരാഹം നരസിംഹം വാമനൻ രാമോ രാമച്ചരാമ കൃഷ്ണ കൈറ്റി എന്നാണ് ദശാവതാരം. അതിൽ കൃതയുഗത്തിൽ വരുന്ന 4 അവതാരവും ബഗ്രൂപമോ മൃഗ സങ്കലന രൂപവുമാണ്. മത്സ്യം, കൂർമ്മം അല്ലെങ്കിൽ ആമ, വരാഹം അല്ലെങ്കിൽ പന്നി, നരസിംഹം മനുഷ്യൻ മൃഗം സിംഹവും ചേർന്നാണ്. കൃതയുഗത്തിലെ 4 അവതാരവും മൃഗം മിശ്രിതമാണ്. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള അവതാരങ്ങൾ വരുന്നത്. വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ ഡാർവിൻ അവതരിപ്പിക്കുന്ന പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഏർലിയസ്റ്റ് ഫോം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചാൾസ് ഡാർവിൻ പരിണാമ കഥ ഭൂമിയിൽ ആദ്യമായി ജീവനുണ്ടായത് കടലിലാണ്, മത്സ്യമായിട്ടാണ്. വിഷ്ണു ഭഗവാന്റെ ആദ്യത്തെ അവതാരം മത്സ്യാവതാരം.
അതിനുശേഷം കരയിലും കടലിലും ജീവിക്കുന്ന മൃഗങ്ങളുണ്ടായി, ആംഫിബിയൻ ബീങ്സ്. അതാണ് വിഷ്ണുഭഗവാൻ രണ്ടാമത്തെ അവതാരം. ആമ കടലിൽ ജീവിക്കും, കരയിൽ ജീവിക്കും, കരയാൻ വേണ്ടി കടലാണ്. മൂന്നാമത്തെ അവതാരം കരയിൽ മാത്രം ജീവിക്കുന്ന ടെറസ്ട്രിയൽ ആനിമൽസ്. അതാണ് വിഷ്ണുഭഗവാൻ മൂന്നാമത്തെ അവതാരം, വരാഹ അവതാരം, കരയിൽ മാത്രം ജീവിക്കുന്ന ജന്തു. പിന്നെ മനുഷ്യനും മൃഗവും മിക്സായി. കുരങ്ങായിരുന്നു, അത് പിന്നെ ആൾക്കുരങ്ങായി, ആൾക്കുരങ്ങ് പിന്നെ ആളായി. അതാണ് നരസിംഹം. മൃഗവും മനുഷ്യനും ഇവിടെ മിക്സ് ചെയ്തൊരു പോകും. ആദ്യം മനുഷ്യന് നീളക്കുറവായിരുന്നു, 4 അടി പൊക്കം ഉണ്ടായിരുന്നു. ഒരു 20,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഡി എൻ എ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി. ആ മ്യൂട്ടേഷൻ ഉണ്ടായപ്പോൾ മനുഷ്യൻ 4 അടിയിൽ നിന്ന് 6 അടി പൊക്കത്തിലേക്ക് വന്നു. ആഫ്രിക്കയിലെ കുറ്റിമേൽക്ക് ഈ മ്യൂട്ടേഷൻ ഉണ്ടായില്ല, അതുകൊണ്ട് അവർ ഇപ്പോഴും 4 അടി പൊക്കത്തിലാണ്. ആ മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന മുമ്പുള്ള മനുഷ്യരൂപമാണ് വാമനാവതാരം, നീളം കുറവുള്ള മനുഷ്യൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ കാട്ടിൽ വേട്ടയാടി നടന്ന ഹണ്ട് ഓഫ് ഗാദർ സ്റ്റേജായിരുന്നു. ആ ഹണ്ട് ഓഫ് ഗാദർ സ്റ്റേജ് BC 10,000 മുതൽ BC 8,000 കാലഘട്ടം. ആ സമയത്താണ് മഴുവെഴുതിയ പരശുരാമൻ, കാട്ടിലെ ഹണ്ട് ഓഫ് ഗാദറായ പരശുരാമൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ ഓരോ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അവൻ സൊസൈറ്റീസിനെ ബിൽഡ് ചെയ്തു. അവൻ കിംബത്തെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. അതാണ് ശ്രീരാമൻ എന്ന് പറയുന്ന കിങ്ലി അവതാർ, രാജാവായ അവതാർ. അത് കഴിഞ്ഞ് മനുഷ്യൻ സഞ്ചരിച്ചു പോയ മനുഷ്യൻ ഒരു സ്ഥലത്ത് താമസിച്ച് കൃഷി ചെയ്ത് ജീവിക്കാനാണ്. റെപ്പറ്റേറ്റീവ് അഗ്രികൾച്ചർ. നെല്ല് വിതയ്ക്കുന്നു, അത് കൊയ്യുന്നു, അരി എടുക്കുന്നു, അതിൻ്റെ പത്തിലൊന്ന് വീണ്ടും വിതയ്ക്കുന്നു. അങ്ങനെ അരി, ഗോതമ്പ്, ചോളം ഇതൊക്കെ കൃഷി ചെയ്ത് മനുഷ്യൻ ഒരു സ്ഥലത്ത് താമസിക്കാറുണ്ട്. അതാണ് അഗ്രികൾച്ചറൽ സ്റ്റേജ്. അതാണ് കലപ്പയിൻ്റെ കർഷകനായ ബലരാമൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ മക്കിവലും റൂളറെ സൃഷ്ടിച്ചു. വൈവിധ്യമാർന്ന ഭരണക്രമത്തെ സൃഷ്ടിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ മക്കിവലും റൂളർ. അതാണ് പൂർണ്ണാവതാരമായ ഭഗവാൻ കൃഷ്ണൻ, മക്കിവലും റൂളർ. പിന്നെ മനുഷ്യൻ ഈ സംസ്കാരം വളർന്നു പോയി. അവൻ തന്നെ അവൻ്റെ അന്ത്യം കുറിക്കും. അതാണ് കലികാലം. ആ കലികാലത്തിൻ്റെ അവസാനത്തിൽ സിവിലൈസേഷൻ സംഗ്രഹിക്കപ്പെടും. അതാണ് കൽക്കി അവതാരം. അപ്പോൾ 1854 ഡാർവിൻ പറഞ്ഞ പരിണാമ സിദ്ധാന്തം 4000 വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസൻ വളരെ കൃത്യമായി ദശാവതാര കഥയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ ദശാവതാര ശാസ്ത്രം നടക്കുമ്പോൾ 10 ദിവസം ഈ ദശാവതാരം എങ്ങനെ വരുന്നു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. വിഷ്ണു ഭഗവാൻ ഒന്നാമത്തെ അവതാരം മത്സ്യാവതാരമാണ്. മത്സ്യം. ലോകത്തിൽ ആദ്യം ജനതയിൽ ഉണ്ടായത് റിവർ വാലി സിവിലൈസേഷൻസ് ആണ്. 6 തീരത്തുണ്ടായ സംസ്കാരങ്ങളാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം, സുമേറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ചൈനയിലെ പയാഹോ കൾച്ചർ. അങ്ങനെ നദീതടത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന കാലത്ത് ആ നദീതടത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും. വെള്ളപ്പൊക്കം ഉണ്ടായി സംസ്കാരങ്ങൾ നശിക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ മത്സ്യമായി അവതരിച്ച് മനുഷ്യരുടെ എല്ലാം പൂർവ്വപിതാവായ മനുവിന് രക്ഷകനായി ഭവിച്ച അവതാരമാണ് മത്സ്യാവതാരം. ഈ മത്സ്യാവതാര കഥ നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നത് അതിനു മുമ്പ് മറ്റ് സംസ്കാരങ്ങളിലും ഇതേ കഥ പറയുന്നുണ്ട്. ഈജിപ്തിൽ നൈൽ നദി, ഈജിപ്തിനെ വിളിക്കുന്ന ഗിഫ്റ്റ് ഓഫ് നൈൽ നദിയുടെ ദാനാണ്. ആ നൈൽ നദി വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ വെള്ളപ്പൊക്കം രക്ഷിക്കാൻ വേണ്ടി ഒരു ഫറോ രാജാവ് വന്നു. മീൻസ് എന്ന ഫറോ രാജാവ് അദ്ദേഹം നൈൽ നദിക്കുള്ള ഡൈക്സ് ഉണ്ടാക്കി വെള്ളത്തെ വഴിതിരിച്ച് വിട്ട് സഹാറ മരുഭൂമി അഡ്വാൻസ് ചെയ്യാതെ തടഞ്ഞ് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ സൃഷ്ടിച്ചു. ഗ്രീക്കുകാർ വലിയ പുരാണത്തിൽ അവരുടെ വലിയ വെള്ളപ്പൊക്കത്തിൽ അവരെ രക്ഷിച്ചത് മീനോസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. നമുക്ക് മനു. എന്നാൽ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വേദപുസ്തകത്തിൽ നൂ അല്ലെങ്കിൽ നോവ എന്ന് പറയുന്ന വ്യക്തി വെള്ളപ്പൊക്കത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ. ഈ എല്ലാ വാക്കും മായും നായും ചേർന്ന വാക്കുകളാണ്. ഈജിപ്തിൽ മീൻസ്, ഗ്രീസിൽ മീനോസ്, നമുക്ക് മനു, വേദപുസ്തകത്തിൽ നൂ, അതിൻ്റെ മായിൽ നൂ മാത്രം. അപ്പോൾ
ഈജിപ്തിൽ പറയുന്ന കഥയും ഗ്രീക്കുകാർ പറയുന്ന കഥയും നമ്മുടെ ഭാഗവതത്തിലെ കഥയും വേദോസത്തിൽ പറയുന്ന കഥയും ഒരു ആദ്യം കഥയുടെ ഫോമാണ്. മിക്കവാറും നമ്മുടെ ദശാവതാരത്തിലെ ഒന്നാം അവതാരമാണ് ഈ സംസ്കാരങ്ങളെല്ലാം കേട്ട മായും നായും എന്ന വാക്കാണ് ഈ നേതാവിൻ്റെ പേര്. ആ വെള്ളപ്പൊക്കത്തിൽ രക്ഷിച്ച മത്സ്യാവതാരം, അതിൽ നിന്ന് ആദ്യമ മനുഷ്യന് രൂപം കൊടുത്ത മനുവുണ്ടായി. മനുവിൻ്റെ സന്ധി ഉടമകളാണ് ലോകത്തിൽ എല്ലായിടത്തും. മീനോസൻ സന്ധി ഉടമകളാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ എല്ലാവരും. നോഹയുടെ സന്ധി ഉടമയാണ് വേദോത്സവ പ്രകാരം ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും. അപ്പോൾ ഈ മനുവിൻ്റെ സങ്കല്പം എല്ലാ സംസ്കാരങ്ങളും ഒരുപോലെയാണ്. പക്ഷേ ഇന്ത്യയിലെ മനുവിൻ്റെ ഫിലോസഫിയും ഈ മത്സ്യാവതാരവും ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുകയാണ്. നമുക്ക് 1500 പട്ടണങ്ങളോട് കൂടിയ സൈൻഡോ നദിയുടെ സംസ്കാരമുണ്ടായി. ഹാരപ്പ, മോഹൻജദാരോ, ലോക്കൽ, കാളഹം, രാഖിഗഡ് തുടങ്ങിയ 1500 പട്ടണങ്ങൾ. അതിൽ 650ഓളം പട്ടണങ്ങൾ ഒരു നദിയുടെ തീരത്തായി, സരസ്വതി നദിയുടെ തീരത്തായി. സരസ്വതി നദി വലിയൊരു നദിയായിരുന്നു. പക്ഷേ ആ സരസ്വതി നദി വറ്റാൻ തുടങ്ങി. ഋഗ്വേദ കാലത്ത് സരസ്വതി നദി വിളിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ടും കാണാതെയുമാവും സരസ്വതി. മഴക്കാലത്ത് മാത്രം ഒഴുകുകയും എല്ലാ സമയത്തും ഒഴുകാതെ കുളങ്ങളായി മാത്രം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ കുളം എന്നതിന് സംസ്കൃത വാക്കാണ് സരസ്. സരസ്സുകൾ ചേർന്ന നദിയായതാണ് സരസ്വതി എന്ന നദിക്ക് പേരെടുത്തു. ഈ സരസ്വതി നദി 4000 വർഷങ്ങൾക്ക് മുമ്പ് വറ്റാൻ തുടങ്ങി. അതാണ് ഋഗ്വേദത്തിൽ പറഞ്ഞ ഇടയ്ക്കിടെ കണ്ടും കാണാതെയുമാവും സരസ്വതി. സരസ്വതിയുടെ കൂടെ കക്ക, ഗഗ ഈ 2 നദികളും പറ്റി. അപ്പോൾ 700ഓളം പട്ടണങ്ങൾ മനുഷ്യർ താമസിക്കാനാക്കാതായി. സൈന്ധവ നദിയുടെ സംസ്കാരം നശിച്ചു. ഇത് ഒരു ജോഗ്രാഫിക്കൽ ഫിനോമിനാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പണ്ട് സരസ്വതി നദി ഒഴുകി ഉത്തരാഖണ്ഡിൽ നിന്ന് നദി ഉത്ഭവിച്ച് അത് ഗോമുഖത്ത് വന്ന ശേഷം നദി ഒഴുകി വന്നിട്ട് സരസ്വതി ഒഴുകി വന്നിട്ട് നേരെ സിന്ധു നദി കയറിയിട്ട് സിന്ധു നദി കഴിഞ്ഞ നദിയായിട്ട് ഒഴുകിയിരുന്നു. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, ഇൻഡസ് ആൻഡ് സരസ്വതി, അതാണ് സപ്തസൈതോ. 7 നദികൾ ചേരുന്ന സപ്തസൈതോ. പക്ഷെ BC 4000-അടുത്ത് ഈ ഗോമുഖത്തിൻ്റെ അവിടെ ഒരു വലിയ മലയിൽ പൊങ്ങി വന്ന ഈ ഗംഗാനദി വന്നിട്ട് ആ മലയെ അടിച്ചിട്ട് വലത്തോട്ടങ്ങ് തിരിഞ്ഞിട്ട് ആ നദി ഇപ്പം നമ്മൾ കാണുന്ന പോലെ UP, ബീഹാർ വഴി ഒഴുകി യമുനയിൽ പോയി ലയിച്ച് മഹോദാര ഗംഗാ സംസ്കാരം ഉണ്ടാവുകയാണ്. ത്രിവേണി സംഘം ഇപ്പോൾ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് യമുനാ നദി വഴി ചേർന്ന് വലിയൊരു സംസ്കാരമായി മാറി. ഇതൊരു നാച്ചുറൽ ഫിനോമിനാണോ അതോ മനുഷ്യൻ സൃഷ്ടിച്ചതാണോ എന്ന് സംശയമുണ്ട്. കാരണം നമ്മൾ നമ്മുടെ പുരാണങ്ങളിൽ വായിക്കുന്നു, ഭാഗീരഥൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ കാലത്ത് മരിച്ച 60,000 പേർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി ഗംഗാനദിയിൽ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അദ്ദേഹം ഭയങ്കര രക്തം നൽകി. അവസാനം പരമശിവൻ പറഞ്ഞു, ഗംഗാനദി ഞാൻ എൻ്റെ തലയിൽ സ്വീകരിച്ചോളാമെന്ന് തലയിലേക്ക് സ്വീകരിച്ച് അത് ഒഴുക്കി നമ്മൾ കാണുന്നത് ഗംഗാനദി ഉണ്ടായി എന്നാണ് പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ ഭാഗീരഥൻ്റെ പ്രയത്നങ്ങൾ കൂടിയാണോ ഈ മല ഉണ്ടാക്കിയതെന്ന് ഇപ്പോൾ സംശയമുണ്ട്. എന്തായാലും ശരി, ഗോമുഖത്തിൽ വന്ന ശേഷം ഗംഗാനദി ഒഴുകി സരസ്വതിയിൽ ചേർന്ന് അത് പോയി ഇൻഡസ് നദി ചേർന്നുകൊണ്ടിരുന്ന നദി ഈ ഗോമുഖത്തിലുണ്ടായ മലയിൽ തട്ടി തിരിഞ്ഞു. ആ തിരിയുന്ന സ്ഥലത്ത് ആ നദിയുടെ പേര് ഭാഗീരഥി. ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ഭാഗീരഥി പേരാണ് നദി അറിയുന്നത്. ഭാഗീരഥി അവിടെ നിന്ന് നേരെ അളകനന്ദായി അളകനന്ദ ഒഴുകുകയാണ്. യമുനയിൽ ചേർന്നിട്ട് മഹാൽ ഗംഗാ നദി ഉണ്ടാവുന്നു. അപ്പം ഈ ഫിനോമിനൻ, അന്നത്തെ വെള്ളപ്പൊക്കവും അതിൽ നിന്നുണ്ടായ ഈ വലിയ ഫിനോമിനെയും ഈ മത്സ്യാവതാരം സൂചിപ്പിക്കുന്നുവെന്ന് ചരിത്രകാരന്മാരും ജോഗ്രഫി പഠിക്കുന്നവരും പറയും. അപ്പോൾ മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഉത്ഭവം സൈന്ധവ നദിയുടെ സംസ്കാരം നശിച്ച ശേഷം നമ്മൾ ഇന്ന് കാണുന്ന സിന്ധു ഗംഗ സമതലത്തിലുള്ള മഹത്തായ സനാതന ധർമ്മത്തിൻ്റെ ഉത്ഭവത്തിൻ്റെയും വലിയ കഥയാണ് മത്സ്യാവതാരം പറയുന്ന കഥ. അപ്പോൾ പ്രകൃതി നമുക്കെതിരെ തിരിയുമ്പോൾ ഭഗവാൻ നമ്മളെ രക്ഷിക്കാനുണ്ട്.
അത് മത്സ്യാവതാരത്തിൻ്റെ കഥയാണ്. രണ്ടാമത്തെ അവതാരം കൂർമാവതാരമാണ്, ആമ. കൂർമാവതാരം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എന്തിനാണ് ഈ കൂർമാവതാരം ഉണ്ടായത്? കൂർമാവതാരം ഉണ്ടായത് പാലാഴി മഥനം ചെയ്യണം. പാലാഴി മഥനം ചെയ്യണമെങ്കിൽ മല എടുത്തിട്ട് വെള്ളത്തിൽ കറക്കണം. മല തറയിൽ ഉറച്ചപ്പിനെ കറക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ ആമയുടെ വെള്ളത്തിൽ വന്നിട്ട് ആമയുടെ മുകളിൽ മന്ത്രം വെച്ചു. എന്നിട്ട് പാമ്പിനെ എടുത്ത് ചുറ്റി പർവ്വതം കൊണ്ട് കറക്കിയപ്പോഴാണ് പാലാഴി മഥനം സംഭവിച്ചത്. അപ്പൊ ഈ പാലാഴി മഥനം സംഭവിച്ചപ്പോൾ എന്തെല്ലാമാണ് പൊങ്ങി വന്നത്? 69 സാധനം പൊങ്ങി വന്നു. ലക്ഷ്മി ഭഗവതി പൊങ്ങി വന്നു, നവരത്നങ്ങൾ പൊങ്ങി വന്നു, അപൂർവമായ മരുന്നുകൾ പൊങ്ങി വന്നു. ഏറ്റവും അവസാനം അമൃത്, മരണത്തെ അതിജീവിക്കാനുള്ള അമൃത് അവസാനമായിട്ട് പൊങ്ങി വരികയാണ്. ഗുരുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ആ കഠിനാധ്വാനം ചെയ്തിട്ട് വേണം ജീവിതത്തിൽ ജയിക്കാൻ. മഹത്തായ കഠിനാധ്വാനത്തിന് എവിടെയെങ്കിലും ഒരു ഓർത്ത തറ, ചിലപ്പോൾ തറ നമ്മുടെ അമ്മയായിരിക്കും, ചിലപ്പോൾ തറ നമ്മുടെ അപ്പനായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ഗുരുവായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക നമ്മളെ സഹായിച്ചത് പബ്ലിക് വ്യക്തിയായിരിക്കും. ആരെങ്കിലും ഒരാളുടെ സഹായം സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൽ നമ്മൾ ശരിയായിട്ട് പ്രയത്നിക്കുമ്പോഴാണ് നമ്മൾ വലിയ വിജയങ്ങൾ നേടുന്നത്. ആ ബേസ്, സപ്പോർട്ട് ബേസാണ് ഈ ആമ കൂർമാവതാരത്തിൽ എത്തിച്ചേരുന്നത്. ആ കൂർമാവതാരത്തിൽ ഗംഭീരമായ പാലാഴി മഥനം ചെയ്യുകയാണ്. അവിടെ വളരെ കൃത്യമായി വിദ്യാർത്ഥികളോട് പറഞ്ഞു തരികയാണ്, നമ്മുടെ മനസ്സ് മഥനം ചെയ്തതിന് മാത്രമേ വലിയ കണ്ടുപിടുത്തുണ്ടാവും. പാലാഴി മഥനം ചെയ്തത് മനസ്സിനെ മതിക്കണം, അപ്പോഴാണ് വലിയ കണ്ടുപിടുത്തുണ്ടാവും, വലിയൊരു പുസ്തകം എഴുതാൻ പറ്റുന്നത്. 64 വിദ്യാർത്ഥി അറിവിൻ്റെ ആഴങ്ങളിൽ മുങ്ങി തപ്പി പൂർണ്ണാവതാരമായ പ്രവർത്തിയാണ്. എങ്കിൽ മാത്രമേ PhD എഴുതാൻ പറ്റുള്ളൂ, DEd എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കഠിനാധ്വാനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മാനസികമായ പ്രയത്നത്തിൻ്റെയും സൂചനയാണ് പൂർണ്ണാവതാരം. പാലാഴി മഥനം കൊണ്ട് പകുതി കഴിഞ്ഞപ്പോൾ കാളങ്ങളുടെ വിഷം നമ്മൾ ഛർദ്ദിച്ചു, പാമ്പ് ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഭൂമി മുഴുവൻ പരന്ന ലോകം മുഴുവൻ നശിക്കും. പരമശിവൻ അതെടുത്തത് വെളിയിൽ പാർവതി കണ്ടോണ്ടിരിക്കുക. ഭാര്യമായ ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ ഞെക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ കോങ്ങയ്ക്ക് ഇത് പാർവതി ഞെക്കിക്കഴിഞ്ഞപ്പോൾ വിഷമുള്ള കട്ടിയായി. അങ്ങനെ വള്ളത്തോ പാടുന്ന പോലെ നീലകണ്ഠനായില്ലല്ലോ പരമശിവൻ നീലകണ്ഠനായി മാറി. അപ്പോൾ പരമശിവൻ മരണത്തിന് ദേവനാണ്. മരണത്തിന് ദേവൻ മരണമുണ്ടോ? ഇല്ല. പക്ഷെ ഭാര്യയിൽ പോലും ഭർത്താവിനെ അറിഞ്ഞൂടാ, ഭർത്താവ് എത്ര കഴിവുള്ള ആളെന്ന് അറിയില്ല. മരണത്തിന് ദേവനാണെന്നും പരമശിവൻ മരിക്കില്ല എന്നും പാർവതിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പൂർണ്ണോദാരങ്ങളെ പഠിപ്പിക്കുകയാണ്, എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാരാരാണ്, അവരുടെ കഴിവ് എന്താണെന്ന് അറിയുക. പല വീടുകളിൽ ഭർത്താവ് ലോകപ്രസനാണ്, ഭാര്യയ്ക്ക് നത്തിങ് വിയോജ എന്ന് മലയാളത്തിൽ പറയുന്ന പരിപാടിയാണ്. പല മഹാന്മാരും വീട്ടിൽ ചെന്നുള്ള സാധനമില്ല. ഇത് ഭാര്യയോട് മനസ്സിലാക്കണം. അതിനാണ് പാർവതിക്കുറിത്തെ തെറ്റ് നമ്മളെ കാണിച്ചു തരുന്നത്. അതോടുകൂടി നമ്മളോട് പറഞ്ഞു തരാണ്, ഈ ലോകത്തിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിഷവസ്തുക്കൾ ഉണ്ടാവും. മാവോ റയൻസ് വലിയൊരു ഫാക്ടറിയാണ്, 3000 തൊഴിലുറപ്പ് ഫാക്ടറിയാണ്. പക്ഷെ ആ ഫാക്ടറിയിൽ വിഷവസ്തുക്കൾ ഉണ്ടാവും. മാവോ റയൻസ് വലിയൊരു ഫാക്ടറിയാണ്, 3000 തൊഴിലുറപ്പ് ഫാക്ടറിയാണ്. പക്ഷെ ആ ഫാക്ടറി എന്ത് ചെയ്തു? വിഷം നിർമ്മിക്കാൻ തുടങ്ങി. വിഷം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ കോഴിക്കോട് ഒഴുകുന്ന പ്രസിദ്ധമായ നദി, ആ നദി കല്ലായിപ്പുഴി ഒരു മാവാട്ടി എന്ന സിനിമയിൽ പാടുന്നു, കണ്ണീരുകൊണ്ട് വെള്ളം. പക്ഷേ മാവൂർ റയൻസ് പതിനഞ്ചോളം വർക്ക് ചെയ്തപ്പോൾ കല്ലായിപ്പുഴയിൽ മനുഷ്യൻ ഇറങ്ങാൻ വയ്യ, ചോദിച്ചിലാണ്. കാളത്തിലുണ്ട് ഒഴുകുകയാണ് കല്ലായിപ്പുഴ. കേരളത്തിൽ ഒരുപാട് പത്രസ്ഥാപനം ഉണ്ടായി, പുസ്തക വ്യവസായം ഉണ്ടായി, പേപ്പർ വേണം. ആ പേപ്പറിനാണ് പുല്ലൂർ പേപ്പർ മിൽസ് ഉണ്ടായി.
കാട്ടിൽ നിന്ന് ബോംബ് കൊണ്ടുവന്ന് പേപ്പർ ഉണ്ടാക്കാൻ. അതിന് വൈക്കോടൊക്കെ എന്താണ് ഒരു വിഷവസ്തുവാണ്. ആ വിഷം അങ്ങനെ കല്ലടയായിട്ട് ഒഴുകാൻ തുടങ്ങി. കണ്ണീരുകളുണ്ടായിരുന്ന കല്ലടയാ കവി പാടിയതുപോലെ വിഷലിപ്തമായി ഒഴുകാൻ തുടങ്ങി. കല്ലടയാ ഒഴുകുന്നു വിഷലിപ്തമായ കവി പാടിയതുപോലെ. അപ്പോൾ ലോകത്തിൽ എന്ത് പുരോഗതി ഉണ്ടാക്കണമെങ്കിൽ, എന്ത് ഫാക്ടറി ഉണ്ടാക്കണമെങ്കിൽ ആ ഫാക്ടറിക്ക് വേസ്റ്റ് പ്രോഡക്റ്റാണ്, പൊല്യൂട്ടൻസ് ആണ്. അന്തരീക്ഷത്തെ പൊല്യൂട്ടി വെള്ളത്തെ വിഷലിപ്തമാക്കും. ആ വിഷത്തിൽ നിന്ന് അതിന് ജനങ്ങളെ ബാധിക്കാതെ മാറ്റിയ ശേഷം പുരോഗതി കൊണ്ടുവരണം. അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ കർത്തവ്യം, ഒരു മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കർത്തവ്യം. ഡൽഹി ചെന്നാൽ പഴഞ്ചടി അപ്പുറത്തും കാണാത്ത ഉള്ള ഫാക്ടറീസിലിറക്കുന്ന വിഷവസ്തു ആകാശത്ത് പുകയായി പ്രവർത്തിക്കാം. ഹരിയാനയിലും പഞ്ചാബിലും ഇഷ്ടം പോലെ ബോധമുണ്ടാവും. അതിൻ്റെ ഹസ്റ്റ് അതിൻ്റെ ഭൂമി അവർ കത്തിച്ച് കഴിഞ്ഞാൽ ഹരിയാനയിലും ഡൽഹിയിലും മനുഷ്യൻ തമ്മിൽ കാണാൻ കഴിയും. ചുമച്ച് നടക്കാൻ പറ്റുള്ളൂ. ആ ഭൂമി അവിടുന്ന് ശേഖരിച്ച് മാറ്റി കൂടെ മാറ്റാം. അപ്പോൾ പൂർണ്ണോദാഹരണങ്ങൾ പഠിപ്പിക്കുന്നു. ലോകത്തിൽ പുരോഗതി ഉണ്ടാക്കണമെങ്കിൽ, ഭരണത്തെ അതിജീവിക്കാവുന്ന അമൃതം ഉണ്ടാക്കണമെങ്കിൽ, കൊണ്ടുവരണമെങ്കിൽ പാലാഴി വേണം. പക്ഷേ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ലോകത്തിൽ നിന്ന് നശിക്കുന്ന വിഷമാണ്. അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഗവൺമെൻറ്റിന് എപ്പോൾ കഴിയുമോ അപ്പോൾ മാത്രമേ പാലാഴി മൃഗം പോലെയുള്ള വലിയ കാര്യങ്ങൾ ജോലി ചെയ്യാൻ പറ്റും. നമ്മളെ പഠിപ്പിക്കാൻ. മൂന്നാമത്തെ അവതാരം വരാഹ അവതാരമാണ്. വേദങ്ങൾ എടുത്തുകൊണ്ട് ഹൈഗ്രീവൻ കടകണിക്കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. കടകണിഞ്ഞ് വേദങ്ങൾ തിരിച്ചുകൊണ്ടിട്ടാണ് ഭഗവാൻ ചെയ്തു. ഭഗവാൻ വരാഹ അവതാരം എടുത്തു, പന്നിയുടെ അവതാരം എടുത്തു. എന്നിട്ട് വെള്ളത്തിനടിയിൽ ചെന്ന് അതിന് തേക്കോട് പോക്കി പുറത്തുകൊണ്ടു, വേദങ്ങൾ പുറത്തുകൊണ്ടു. അങ്ങനെ വേദങ്ങൾ നമ്മുടെ സനാതനത്തിൻ്റെ മൂലഗ്രന്ഥങ്ങളെ രക്ഷിച്ചു. വരാഹ അവതാരം. വരാഹം എന്ന് പറഞ്ഞത് പന്നിയാണ്. പന്നി എന്ന് പറഞ്ഞത് തീരെ വൃത്തികെട്ട മൃഗമാണ്. ഭഗവാൻ എന്തിനാണ് ഈ വൃത്തികെട്ട മൃഗമായിട്ട് അവതരിച്ചത്? കാരണം പന്നി വൃത്തികെട്ട മൃഗമായില്ല. പക്ഷേ ലോകത്തിലെ വൃത്തികേടിനെ തിന്നു തീർക്കുന്ന ഒരു മൃഗം പന്നിയാണ്. കാക്കായും പന്നിയാണ് ലോകത്തിലെ വേസ്റ്റിനെ തിന്നും അല്ലാതെ ഫിനിഷ് ചെയ്യും. അപ്പം അഴുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കളിയാക്കാൻ എളുപ്പമാണ്. അപ്പോൾ കഴിച്ചത് കൺസ്യൂം ചെയ്യാൻ മനുഷ്യനായിരിക്കണം. അത് വരാഹവരാണ് നമ്മൾ പഠിപ്പിക്കുക. ഇനി വരാഹത്തിൻ്റെ ആയുധം എവിടെയാണ്? ഓരോ മൃഗത്തിനും ദൈവം ഓരോ രീതിയിലാണ് ആയുധം കൊടുത്തിരിക്കുന്നത്. കടുവയ്ക്കും സിംഹത്തിനൊക്കെ കടിച്ചെങ്കിലൊക്കെ വാതോർന്ന് കടിച്ചെങ്കിലൊക്കെ വാതോർന്ന ദിവസമാണ് നമ്മുടെ കുന്തവസ്ഥയെത്തി കടുവയും സിംഹത്തെ കൊല്ലുന്നത്. അതിന് വാതുറന്നെങ്കിലേ കടിക്കാൻ പറ്റും. ആനയ്ക്കാണെങ്കിൽ ആയുധം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മൂക്കാണ്. തുമ്പിക്കൈ കൊണ്ട് പിടിപിടി കടിക്കും ആദ്യം. പിന്നെ കൊമ്പൊക്കെ പല്ല് മൂക്കാണ് ആനയുടെ ആയുധം. കുതിരയ്ക്ക് ആയുധം ഇരിക്കുന്ന പുറത്താണ്. ഫ്രണ്ടിലേക്ക് വാവുണ്ടോ മൂക്കുകൊണ്ടോ നോക്കില്ല. അതിന് അറ്റാക്കിറങ്ങുന്ന എബോട്ടാണ്. ഒറ്റ തോടിയാണ്. പക്ഷെ അപ്പോഴെ ചത്തു, മനുഷ്യനൊക്കെ അപ്പോഴെ ചത്തു. പന്നിക്ക് ആയുധം കൊടുക്കുന്നത് അവൻ്റെ പല്ലിങ്ങനെ വളഞ്ഞ് മേൽപോട്ടിരിക്കുന്ന പല്ല. അത് പ്രയോഗിക്കണമെങ്കിൽ അവൻ തല കുനിച്ചിട്ട് ഒരൊറ്റ കേക്കാണ് ഇട്ടേക്കാണ്. മനുഷ്യനൊക്കെ എപ്പോഴും ചത്തു. അപ്പോൾ പന്നിയുടെ അറ്റാക്ക് പോ ദശാവതാരത്തിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ വലിയ നേട്ടക്കാർക്ക് നേടണമെങ്കിൽ ഈ പന്നിയെ പോലെ ആദ്യം വിനയമുള്ളവനായിരിക്കണം. തല കുറിച്ച് വിനയമുള്ളവനായിരിക്കണം. വിനയമുള്ളവനായി കുഴപ്പമില്ല. അവൻ ഏത് വ്യക്തികൾക്കും എന്തിനേയും പൊക്കിക്കൊണ്ടുവരാൻ കഴിയും. വളരെ ശ്രദ്ധേയമായി. ഇനി ദശാവതാരത്തിൻ്റെ വരാഹാവതാരത്തിൽ നിന്നാണ് അറബി ഭാഷയിലും ഹീബ്രു ഭാഷയിലുമൊക്കെ സ്വർണത്തിന് വാക്കുണ്ടായത്. സ്വർണത്തിന് അവരുടെ ഭാഷ വരുന്ന വരാഹൻ. എങ്ങനെയാണ് ഈ വരാഹൻ വന്നത്? രാഷ്ട്രമുള്ള രാജവംശം ഭരിക്കുമ്പോൾ അവരുടെ ആസ്ഥാന ദേവൻ വരാഹാവതാരമാണ്. ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് വരാഹ ക്ഷേത്രം. അതുകൊണ്ട് രാഷ്ട്രകൂടന്മാർ സ്വർണ്ണ നാണയം ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിൽ വരാഹത്തിൻ്റെ പടം, വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരം, അപ്പുറത്തെ സൈഡിൽ രാഷ്ട്രകൂടന്മാരുടെ സിംബൽ. അതുകൊണ്ട് വരാഹത്തിൻ്റെ പടമുള്ള സ്വർണ്ണ നാണയമായതുകൊണ്ട് അതിനെ വരാഹൻ എന്ന് വിളിച്ചു. വരാഹൻ ഇന്ന് ലോകത്തിൽ നമ്മൾ ട്രേഡ് ചെയ്തപ്പോൾ നമ്മുടെ ഈ സ്വർണ്ണ നാണയം ലോകത്തിൻ്റെ നാണയമായി മാറി. അങ്ങനെ അറബി ഭാഷയിലും ഹീബ്രു ഭാഷയിലും ഈജിപ്ഷ്യൻ ഭാഷയിലുമൊക്കെ സ്വർണ്ണ നാണയത്തിൻ്റെ പേരാണ് വരാഹൻ. നമ്മുടെ ഉപ്പായാണ് വരുന്നത്. ഷർസാസത്തിന്റെ രാജാവ് വെള്ളി കൊണ്ട് നാണയം വെച്ചു. വെള്ളി എന്നുള്ള വാക്കിന്
ഹിന്ദി ഭാഷയിലെ പേരാണ് റൂപ്. റൂപ് കൊണ്ട് നാണയം ഉണ്ടാക്കാൻ റുപ്പയ, റുപ്പി എന്നതിനെ വിളിച്ചു. എന്ന് പറഞ്ഞ പോലെ സ്വർണ്ണ നാണയത്തിന് ബരാഖൻ എന്ന് പേര് വീഴണം. അപ്പോൾ വൃത്തികെട്ട പന്നി, മുസ്ലിങ്ങൾക്ക് വലിയൊരു ഇഷ്ടമുള്ള മൃഗമാണ് പന്നി. പക്ഷേ ആ പന്നിയുടെ പേരിലാണ് സ്വർണ്ണ നാണയം അറിയപ്പെടുന്നത്. വേദങ്ങളെ രക്ഷിച്ചുകൊണ്ടുവന്നത് പന്നിയാണ്. അമൂല്യമായ വേദത്തെ രക്ഷിച്ച പന്നി. ആ വരാഹത്തിൻ്റെ പേരിൽ അമൂല്യമായ സ്വർണ്ണ നാണയത്തിന് പേര് വരിക സുന്ദരമായി നമ്മൾ മനസ്സിലാക്കേണ്ട അവതാരം. നാലാമത്തെ അവതാരം നരസിംഹം. നരസിംഹ അവതാരം ഇന്ത്യക്ക് മാത്രം പ്രത്യേകമുള്ള കാര്യമൊന്നുമല്ല. ഇതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വിഗ്രഹമാണ് സ്ഫിങ്സ്. അവത്താവിൻ്റെ പൊക്കമുള്ള വലിയൊരു ഒരു വിഗ്രഹം പൊതുമയാണ്. അതിൻ്റെ തല രാമസസ് രണ്ടാമൻ പർവ്വരാജാവിൻ്റെ തലയാണ്. ഉടൽ മുഴുവൻ സിംഹമാണ്. അപ്പോൾ രാമസസ് രാജാവ് ഉടൽ മുഴുവൻ സിംഹമാണ്. അപ്പോൾ രാമസസ് രാജാവ് സിംഹത്തെ ആണ് ശക്തിമാനാണെന്ന് കാണിക്കുകയാണ്. ഈ സ്ഫിങ്സ് അവിടെ നിന്ന് ഇറാഖിലൊക്കെ വരുമ്പോൾ അവിടെ അതാത് രാജാവിൻ്റെ തലയും സിംഹത്തിനുടലുമാണ്. അതിനെ വിളിച്ച പേര് സിംഹനരൻ. സിംഹം നരം കുറച്ചാണ് സിംഹനരൻ. പക്ഷിയിലന്ന് സംസ്കൃത ഭാഷ ആകേണ്ടത് സിംഹനരൻ എന്ന് വിളിച്ചു. ആ സിംഹനരൻ ഇന്ത്യയിലെത്തിയപ്പോൾ നരസിംഹമായി. അവിടെയൊക്കെ മനുഷ്യൻ്റെ തലയിൽ സിംഹത്തിൻ്റെ ഉടലുമായി. ഇവിടെ വന്നപ്പോൾ സിംഹത്തിൻ്റെ തലയിൽ മനുഷ്യൻ്റെ ഉടലുമായി. സ്ഫിങ്സും സിംഹനരനും ഇവിടെ വന്നപ്പോൾ നരസിംഹമായി മാറി. അപ്പം എന്താണ് ഈ നരസിംഹാവതാരം? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിൻ്റെ മകനാണ്. ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ നാരായണനമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ജനിക്കുകയും നാരായണ ഭക്തനായി മാറുകയും ചെയ്തു. എങ്ങനെയാണ്? അച്ഛൻ ഹിരണ്യകശിപു ഹിരണ്യാനമ്മ പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടു. ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാതെ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന സമയത്ത് ദേവന്മാർ തട്ടിക്കൊണ്ട് നോക്കാം. നമ്മുടെ വാട്ടിനെ കിട്ടണം പോയി നോക്കാം. അവൻ കയാതിനെ ഇടപെട്ട് ഒളിപ്പിക്കാം. കയാതിനെ കൊണ്ടുപോയി നാരദൻ്റെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു. അപ്പോൾ നാരദൻ ആരെ കണ്ടാലും നാരായണമോ 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 എന്ന് പറയും. ഇത് ഗർഭത്തിൽ കിടന്നത് ഈ കുട്ടിക്ക് പഠിച്ചു. അങ്ങനെ ജനിച്ച് വീണപ്പോഴേ കുട്ടി നാരായണമോ നാരായണമോ എന്ന് പറയാൻ തുടങ്ങി എന്നാണ് പുരാണത്തിൽ പറയുന്നത്. പുരാണത്തിൽ പറയുന്ന ഈ കഥ ഇന്ന് ശാസ്ത്ര സത്യം ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ ഗവേഷണത്തിൽ ഓരോ ഗർഭിണി കിടക്കുന്ന ബെഡ്റൂമിൽ ഒരേ പാട്ട് വെച്ചോണ്ട് ആ സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടി കരഞ്ഞാൽ കുട്ടി വൈകിട്ട് കിടന്നോട് പാട്ട് ചെയ്താൽ കുട്ടി കറ്റുന്നുണ്ട്. വേറെ ഏത് പാട്ട് ചെയ്താലും കുട്ടി കറ്റുന്നുണ്ട്. വൈകിട്ട് കിടന്നത് കുട്ടി ശബ്ദങ്ങൾ കേട്ടിരുന്നെന്ന് ശാസ്ത്രം തെളിയിച്ചു. മൊസാഫ് വിശ്വപ്രസനായ സംഗീതജ്ഞൻ 6-ാമത്തെ വയസ്സിൽ പാട്ട് എഴുതി തുടങ്ങി. 36-ാമത്തെ വയസ്സായപ്പോഴും 6000-ഓളം പാട്ട് ഉപയോഗിച്ചു. മൊസാഫ് പറയുന്നു, ഞാൻ സംഗീതജ്ഞാവാനുള്ള കാരണം ഞാൻ വൈകിട്ട് കിടന്ന 10 മാസം എൻ്റെ അമ്മ വീണ കട്ടിപ്പോയി സംഗീതം പഠിക്കുന്ന ഓർക്കസ്ട്രയിൽ അംഗമായി. ഞാൻ അമ്മ പാട്ട് പാടുന്ന വൈകിട്ട് കിടന്ന് കേട്ട് പഠിച്ചു എന്നാണ് മൊസാഫ് പറയുന്നത്. വൈകിട്ട് കിടന്നത് ശബ്ദം കേട്ട് പഠിക്കുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഫ്രാൻസിലൊരു ഗവേഷണം 200 സ്ത്രീകൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാറുണ്ട്. ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ നോക്കിയപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്. പക്ഷേ കുട്ടിയുടെ മുഖത്തൊരു ചതുര ഷേപ്പ് ഫോം ചെയ്യുന്നതാണ്. വേറെ 200 ഗർഭിണികൾക്ക് ത്രികോണാകൃതിയിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാറുണ്ട്. ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ നോക്കിയപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്. പക്ഷേ മുഖത്തൊരു ത്രികോണാകൃതി ഫോം ചെയ്യുന്നതൊക്കെ കണ്ടു. നമ്മുടെ ഹിന്ദു സ്ത്രീകൾ ഗർഭിണിയായാൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ്റെ പടം വാങ്ങിച്ചുകൊണ്ട് ഗർഭിണികൾക്ക് മുമ്പിൽ കൊണ്ടുപോകുക. ഉണ്ണികൃഷ്ണ പടം കണ്ടുകൊണ്ട് ഗർഭാലയം കഴിച്ചു കൂട്ടിയാൽ ഉണ്ണികൃഷ്ണനെ കൊണ്ട് കുട്ടി ഉണ്ടാവുന്നതാണ് ഹിന്ദു മതത്തിൻ്റെ വിശ്വാസം. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുകയാണ്. ഗർഭിണി ഏത് പുസ്തകം വായിക്കുന്നു അത് വൈദികമായിട്ടുള്ള കുഞ്ഞിനെ സ്വാധീനിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 200 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കാൻ പറ്റുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം ഗർഭാലയത്തിൽ വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾ ശാസ്ത്ര വിഷയങ്ങളിൽ ഭയങ്കര മാർക്ക് വായിച്ചു. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട്. അവരൊക്കെ പലരും ശാസ്ത്രജ്ഞന്മാരായ ശാസ്ത്ര അധ്യാപകരാണ്. ഒരു 200 ഗർഭിണികൾക്ക് യുദ്ധവീരമായ ജീവചരിത്രം വായിക്കാൻ ജൂലി സീസറിന്റെ നെപ്പോളിയൻ ബോർണാണ്ടിന്റെ ജീവചരിത്രം വായിക്കാൻ ആ സ്ത്രീകളെ പ്രസവിച്ച കുട്ടികൾ ഭൂരിപക്ഷവും പിൽക്കാലത്ത് പട്ടാളത്തിലും പോലീസിലും വിളിച്ചാൽ ഒരു 200 ഗർഭിണികൾക്ക് കത്തോലിക്ക സഭയിലെ വിശുദ്ധന്മാരുടെ ജീവിതവും വായിക്കണം. ആ
ആ സ്ത്രീകൾ പ്രസവിച്ച ഭൂരിപക്ഷവും അച്ഛന്മാരെ കന്യാസികളും മാറി. തൻ്റെ വയറ്റിലെ കുഞ്ഞ് ആരായിട്ടാണ് അമ്മ ആഗ്രഹിക്കുന്നു ആ രംഗത്ത് വിജയിച്ചുള്ള ജീവിതം വായിച്ചാൽ കുട്ടി അപാരമായ ആ ലെവലിൽ വിജയിക്കുന്നു. ഗർഭിണിയായ സ്ത്രീ എന്തെങ്കിലും ഗഹനമായി പഠിച്ചാൽ വയറ്റിക്കിടക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര കുട്ടിയായി. കാരണം അമ്മയുടെ തലച്ചോറ് ഇന്റലക്ച്വൽ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റലക്ച്വൽ ഹോർമോൺസ് അത് അമ്മയുടെ തലച്ചോറ് കയറി ഇറങ്ങിയിട്ട് വൈകിട്ട് ചെന്ന് കുഞ്ഞിൻ്റെ തലച്ചോറ് കയറി ഇറങ്ങി കുഞ്ഞിന് അമ്മോട് കുട്ടിയായി. ഈ ലേഡി ടീച്ചേഴ്സിന് മക്കളെ ഉണ്ടോ ഭയങ്കര പഠിക്കാൻ പറ്റില്ല. കാര്യം ഗർഭിണി ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും വൈകിട്ട് പകുതി കുഞ്ഞാൻ പഠിക്കാതെ കുഞ്ഞാൻ ഭയങ്കര പഠിക്കാൻ ഭയങ്കര ഒരു കാര്യമാണ്. ഈ ശാസ്ത്രം തെളിയിച്ചതാണ് ദശാവതാര കഥയിലെ നരസിംഹാവതാര കഥയിൽ പറയുന്നത്. വൈകി കിടന്നുകൊണ്ട് ഈ നാരായണ പറയുന്നുണ്ട്. വൈകി കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ പഠിച്ചു. അങ്ങനെ നാരായണഭക്തനായ നാളെ പ്രഹ്ലാദൻ അച്ഛനുമായി സംസാരിക്കുന്ന അച്ഛൻ ചോദിച്ചു, എവിടാണെന്റെ ദൈവം? പ്രഹ്ലാദൻ പ്രസിദ്ധമായ മറുപടിയാണ്, മണ്ണിലും വെണ്ണിലും തൂണിലും തൂരുന്നിലും ദൈവം ഇരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ നടന്നിരിക്കുന്ന ഈശ്വരനെ പറ്റി പറയുക. മറ്റു മതങ്ങളുടെ ദൈവം ആകാശം മേഘങ്ങൾക്കപ്പുറത്ത് സ്വതന്ത്രികൾ കൂട്ടിയിരിക്കുക. പ്രഹ്ലാദൻ പറഞ്ഞല്ല, ലോകം മുഴുവൻ ഈശ്വരൻ നടന്നിരിക്കുകയാണ്. ആ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി എന്നാ കാണിച്ചതാ ഈ തൂണിനകത്തുള്ളവരെ വാഴെടുത്ത് വെട്ടി. അപ്പോൾ തൂണിനകത്ത് നരസിംഹം വന്നിട്ട് ഹിരണ്യകശിപുവിനെ വധിച്ചു. ഇതാണ് നാലാമത്തെ അവതാരം. ദശാവതാരത്തിലെ നാലാമത്തെ നരസിംഹം. അഞ്ചാമത്തെ അവതാരം വാമന അവതാരം. മനുഷ്യനുള്ള ഷോർട്ട് സ്റ്റേറ്റ്. മഹാബലി വലിയൊരു യാഗം നടത്തി. ആ യാഗത്തിൽ മഹാബലിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വാമനൻ 4 പൊക്കമുള്ള വാമനൻ വന്നു. മഹാബലി കേരളം ഭരിച്ചിരുന്നത് നമ്മൾ ചുറ്റ കള്ളം അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. മഹാബലി ഭരിച്ചിരുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ നർമ്മദയുടെ അതിൻ്റെ വടക്ക് വശത്ത് നരേന്ദ്രമോദി വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു 600 കോടി പോകുന്ന സ്റ്റാച്യു ഉണ്ടാക്കിയാണ്. കെട്ടിടം അതിനകത്ത് റോഡ് കടകളൊക്കെ. അവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മഹാബലി യാഗം ചെയ്ത ഭൂമി. ഞാൻ അവിടെ ഈ യാഗം കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ യാഗം ചെയ്യുമ്പോൾ ഈ മഹാബലിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വാമനൻ വരികയാണ്. അപ്പോൾ പുരാണത്തിൽ പറയുന്ന കഥ അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് വെട്ടിയൊക്കെ മാറ്റി മലയാളിയുടെ കഥ ഉണ്ടായി. പുരാണ കഥ എങ്ങനെയാണ്? ഭാഗവത കഥ മഹാബലി നല്ല രാജാവായിരുന്നു, ദാനശീലനായി. എങ്ങനെയാണ് ഭാഗവത കഥ മഹാബലി നല്ല രാജാവായിരുന്നു, ദാനശീലനായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഉണ്ടായി. ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ രാജാവ്. ആ അഹങ്കാരം മാറ്റാൻ വേണ്ടി വാമനൻ വന്ന് മഹാബലിയെ പരാജയപ്പെട്ട ശേഷം മഹാബലിയോട് പറഞ്ഞു, മഹാബലി നിനക്കൊരു വലിയ കുഴപ്പമുണ്ട്, അഹങ്കാരം. അത് ശമിക്കാൻ വന്നാൽ ഈ രാജ്യം ഭരിക്കും. 30 വർഷം ഭരിക്കുക, 3 കാലഘട്ടം ഭരിക്കുക. അങ്ങനെ 3 കാലഘട്ടം ഭരിച്ച മഹാബലി പ്രസിദ്ധനായി, മഹാനായി. അങ്ങനെ 7 പേരാണ് ചിരഞ്ജീവികൾ, മരണമില്ലാത്തവർ. അശ്വത്ഥാമ, വേദിവ്യാസോ, ഹനുമന്തോ, വിഭീഷണ എന്ന 7. അതിലെ 2ാമത്തെ ആള് മഹാബലി ചിരഞ്ജീവി. 30 വർഷം ഭരിച്ച ശേഷം മഹാബലി സുതലത്തിലേക്ക് പോയി. അതെല്ലാം 7 ലോകമാണ് സുതലത്തിൽ. അവിടെ വാമനൻ അല്ലെങ്കിൽ മഹാവിഷ്ണു മഹാബലിയുടെ കാവൽക്കാരനായി. ഇതാണ് പുരാണത്തിലെ കഥ. നമ്മൾ മലയാളികളെന്നറിയാമോ? മലയാളിയുടെ ആസനത്തിന് കട്ടിയിൽ മാറ്റി എന്നിട്ട് 2 ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ ഭൂമിയും സ്വർഗമൊക്കെ അളന്നു കഴിഞ്ഞു. പിന്നെ അളക്കാൻ സ്ഥലമില്ലാതെ തല കാണിച്ചു കൊടുത്തു. അങ്ങനെ ചവിട്ടി മഹാബലിയെ പാതാളത്തിലാക്കി എന്നൊരു കഥയുണ്ടായി. മലയാളിക്ക് മറ്റുള്ളവരെ ചവിട്ടുക, പറക്കുക, ഇളക്കുക ഭയങ്കര സന്തോഷമായിരുന്നു. മലയാളിയുടെ സ്വഭാവത്തിൽ, അവരുടെ സ്വഭാവത്തിൽ ഈ കള്ളക്കഥ ഉണ്ടാക്കി തലയെ ചവിട്ടി പാതാളത്തിലാക്കി പുരാണത്തിലൊക്കെ കഥയാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം? മനുഷ്യൻ ഒരുപാട് ഗുണമുള്ളവനാണ്. പക്ഷേ അവൻ അഹങ്കരിച്ചാൽ അബദ്ധം. മഹാബലിയുടെ ആ സ്വഭാവം മാറ്റി നല്ല ഭരണസ്ഥമായി മാറ്റാനാണ് വാമനൻ വന്നത്. ഇനി 2 ചോറ് വെച്ച് ഭൂമിയും സ്വന്തം അളക്കാൻ പറ്റുമോ? ഭൂമി ഉരുണ്ടിരിക്കുകയല്ലേ. ഉരുണ്ട ഭൂമിയെ മറന്ന കാലത്ത് അളക്കാൻ പറ്റുമോ? പറ്റിയല്ല. ഇനി ആകാശം അളക്കാൻ പറ്റുമോ? ആകാശം ഇങ്ങനെ ഭൂമിയിലേക്ക് 300 ഡിഗ്രി ഇരിക്കല്ലേ. 300 ഡിഗ്രിയുള്ള ആകാശം മറന്ന കാലത്ത് അളക്കാൻ പറ്റുമോ? പറ്റിയല്ല. അത് തന്നെ
അശാസ്ത്രീയമാണ്, ഇലോജിക്കലാണ്. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ ചെറിയ ചോദ്യം നോക്കുന്നൊരു മനുഷ്യന് എന്നും നേരിടാൻ മാരത്തോൺ റേസിൽ പോകാൻ പോകുന്നത് അതല്ലേ ആദ്യത്തെ ചൂടുകൾ വെച്ചിട്ടാണ് പോകുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി റേസ്. മുയലും ആമയോട് മത്സരിച്ചു. മുയലൊരു 100 മീറ്റർ ഓടിക്കണം ഉറങ്ങി. ആമ പതുക്കെ മത്സരം ചെയ്യിച്ചു. ഈ കഥ ഇങ്ങനെ നടക്കുള്ളൂ. കാരണം മുയലിന് കണ്ടിരുന്ന 500 മീറ്റർ ഓടാൻ പറ്റുന്നില്ല. മുയലൊരു ഗോൾഡ് കൂടെ ബ്രാൻഡ് ആയതുകൊണ്ട് 100 മീറ്റർ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് മുയലിന് ഓടാൻ പറ്റിയില്ല. അത് മുയൽ ഓടിക്കഴിഞ്ഞാൽ അവൻ വിശ്രമിച്ചേ പറ്റുള്ളൂ ശ്വാസമെടുക്കാനായിട്ട്. ആമയോ ആമ 500 കിലോമീറ്റർ നടക്കും സ്ലോ ആൻഡ് സ്റ്റഡിയായി. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസ് എന്ന് പറയപ്പെടുന്ന മഹത്തായ കഥയിൽ നമ്മെ പഠിപ്പിക്കുന്ന ശാസ്ത്ര സത്യം ഈ വാമനൻ മഹാബലിയുടെ കഥയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അഹങ്കാരമില്ലാതെ സസത്വം ശ്രമിച്ചാൽ അസാധ്യമായൊന്നും ഈ ഭൂമിയിലില്ല. ഈ മഹാബലി വാമന് ശത്രുക്കളായിരുന്നു അല്ല. ആ മഹാബലിയുടെ മകൻ ബാണന്റെ മകൻ ഉഷ. ആ വാമനൻ രണ്ടാമതാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊച്ചുമോൻ അനിരുദ്ധൻ ഈ മഹാബലിയുടെ കൊച്ചുമോളെ ഉഷയെ കല്യാണം കഴിച്ചു. അവർ 2 തലമുറയ്ക്ക് ശേഷം ഈ വാമനന് മഹാബലി ബന്ധുക്കളായി മാറി. അവർ പ്രമുഖ ശത്രുക്കളല്ല, ഒരാളെ നശിപ്പിച്ചില്ല. ഇത് പുരാണം ശരിക്കും വായിക്കാത്തൊന്നും പലരും കേട്ടിട്ട് പറയാം. അപ്പോൾ വാമന അവതാരം നമ്മളെ വലിയ ചില തത്വങ്ങൾ പഠിപ്പിക്കുകയാണ്. അടുത്ത അവതാരം 6ാമത്തെ അവതാരം പരശുരാമൻ. പരശുരാമൻ ഒരു മഴുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ മഴുകൊണ്ടങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം വലിയ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. അത് പുരാണങ്ങളൊന്നും ഇല്ലാത്തൊരു കഥ നമ്മൾ മലയാളികൾ പുറത്തുണ്ടാക്കിയിട്ടുണ്ട്. പരശുരാമൻ ലോകമെന്നൊരു മഴുകൊണ്ട് തുടങ്ങിയപ്പോൾ മഴ പോയി കന്യാകുമാരിയിൽ വീണിട്ട് കേരളം പുറത്തേക്ക് പോകുന്നതാണ് കഥ. ഇത് 7ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്നൊരു ജോഗ്രാഫിക്കൽ ഫിനോമിനെ പുരാണത്തിൽ ഇല്ലാത്തൊരു കഥയായി മലയാളി പറഞ്ഞുണ്ടാക്കിയതാണ്. 750 ആയപ്പോഴേ കടൽ ഒരു 30-40 കിലോമീറ്റർ പുറകോട്ട് മാറി. എറണാകുളത്ത് കടൽ നിന്ന് തൃപ്പൂണിത്തുറ കുറയുന്നതിന് തുറമുഖം, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ സൈഡിലായിരുന്നു അറബിക്കടൽ. അതൊരു 30 കിലോമീറ്റർ പുറകോട്ട് മാറിയപ്പോൾ ഹൈക്കോടതി അപ്പുറത്ത് നിന്നും കടൽ വൈക്കം കടലിനടിയിലായി. കടൽ പുറകോട്ട് മാറിയപ്പോൾ പുറത്തു വന്നു. വൈക്കമെന്നൊക്കെ വാക്കിനർത്ഥം പുതിയ ഭൂമി, പുതുതായിട്ട് പൊങ്ങി വന്ന ഭൂമിയിലാണ്. കടുത്തുരുത്തി അവിടെയായിരുന്നു തുരുത്ത് അല്ലെങ്കിൽ തുറമുഖം. കടൽ 40 കിലോമീറ്റർ പുറകോട്ട് മാറിയപ്പോൾ കടുത്തുരുത്തി കരയായി. ഇപ്പോൾ തുരുത്ത് തുറമുഖമില്ല. ഏറ്റുമാനൂർ കടലിനടിയിലായി. ഏറ്റുമാനൂർ കടൽ 30 കിലോമീറ്റർ പുറകോട്ട് മാറിയപ്പോൾ ഏറ്റുമാനൂർ വാക്കിനർത്ഥം മണ്ണേറി പൊങ്ങി നിരപ്പായ സ്ഥലം. പുറത്തുനിന്ന് നിരപ്പായപ്പോൾ നമ്മൾ ചേർപ്പാക്കണം. കോട്ടയത്ത് നമ്മൾ 2 കിലോമീറ്ററാണ് കോടിമല പാലം. അവിടെയാണ് കടലെന്ന് നടക്കുന്നത്. തിരമാലകൾ കോടി മണിക്കുന്ന സ്ഥലങ്ങളാണ് കോടിമല എന്ന് വിളിച്ചത്. കുമരകം മണ്ണ് കുമരകി പൊങ്ങി വന്ന സ്ഥലം കടലിനടിയിലായിരുന്നു കുമരകം. കുട്ടനാട് മുഴുവൻ കടലിനടിയിലായി. അപ്പോൾ 741 ഈ കടൽ പുറകോട്ട് മാറി കര പൊങ്ങി വന്നു. അപ്പോൾ കൊല്ലത്തിൽ നീണ്ട ഒരു കര കടലിൽ നിന്ന് പൊങ്ങി വന്നു. അപ്പോൾ നീണ്ട കര തന്നെ വിളിച്ചു. കടലിൽ പൊങ്ങി വന്നു നീണ്ട കര. അപ്പോൾ ഈ ഫിനോമിനെ ഇത് കണ്ടുകൊണ്ട് കേരളത്തിലേക്കൊന്ന് മഹാശ്രേഷ്ഠ ബ്രാഹ്മണാണ് പുരാണം ഇല്ലാത്തൊരു കഥയാക്കി മാറ്റിയിട്ട് പരശുരാമൻ മഴ വന്ന് കേരളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുണ്ടാക്കി. കഥ കേൾക്കാൻ അവർക്ക് സാധിക്കും. നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? മഴ വസ്തുക്കൾ നശിപ്പിക്കാനുള്ളതാണ്. മരം വെട്ടിയിടാനുള്ളതാണ് മഴ. മനുഷ്യനെ വെട്ടിക്കൊല്ലാനുള്ളതാണ് മഴ. പക്ഷെ ആ മഴ സൃഷ്ടിക്കാനാണ് ഉപയോഗിച്ച് പരശുരാമൻ. അങ്ങനെ സൃഷ്ടിക്കാനാണ് ഉപയോഗിച്ചപ്പോൾ കേരളം പോലെ സുന്ദരമായ ഒരു ഭൂമി വീണ്ടെടുക്കാൻ ആ മഴുവിന് തന്നെ കഴിഞ്ഞു. പരശുരാമന് മഴുവിന് തന്നെ കഴിഞ്ഞു. പരശുരാമൻ ഗുരുകുലം നടത്തി. ആ ഗുരുകുലത്തെ ശിഷ്യപരമ്പരയായിരുന്നു ഭീഷ്മർ, ദ്രോണർ, പാഞ്ചാലൻ, മുപ്പത്തായാൽ. മഴുവിലെത്തിയൊരു മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യൻ ഗുരുവായി മാറി. വലിയൊരു യൂണിവേഴ്സിറ്റി നടത്തി. മഹാന്മാരെ സൃഷ്ടിച്ചൊരു ആളായി മാറി. അപ്പം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. കാട്ടാളനായി വേട്ടയാടി നടന്ന പരശുരാമൻ സംസ്കാരത്തിൽ പിതാവായി മാറുന്നു. അതാണ് പരശുരാമ കഥയിൽ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നത്. ഈ പരശുരാമൻ ഭീഷ്മ എത്തുന്ന സംഭവം, പരശുരാമൻ ശ്രീരാമനുമായി മത്സരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഓരോ കഥയിലെ അർത്ഥം മനസ്സിലായി. പരശുരാമാവതാരം കഴിയുമ്പോൾ അടുത്ത അവതാരം ശ്രീരാമാവതാരം
ശ്രീരാമ അവതാരം. ഇപ്പൊ ഹൃദയത്തിലെ 4 അവതാരം മൃഗമോ മൃഗത്തിന്റെ മിക്സമാണ്, മത്സ്യരൂപം, വരാഹം, നരസിംഹ. എന്നാൽ ത്രേതായുഗത്തിൽ വരുമ്പോഴേക്കും വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ ഈ 3 അവതാരമാണ് ത്രേതായുഗത്തിലെ അവതാരം. ശ്രീരാമൻ വരുമ്പോൾ മനുഷ്യർ ഒരു സെറ്റിൽഡ് സൊസൈറ്റിയായി. സെറ്റിൽഡ് സൊസൈറ്റി ജീവിക്കാൻ തുടങ്ങുമ്പോൾ രാജാധിപത്യമുണ്ടായി. ആ രാജാധിപത്യത്തിലെ മഹാനായ രാജാവാണ് ശ്രീരാമൻ. ശ്രീരാമന് ഒരു രാമരാജ്യം ഉണ്ടായി. എന്താണ് ഈ രാമരാജ്യം? അത് വളരെ ഭംഗിയായി രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലാണ്. അയോധ്യ കോസൽ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് അയോധ്യ. ദശരഥൻ ഹരിയാനയും പഞ്ചാബും ഭരിച്ചിരുന്നത് സൂര്യവംശ രാജാവായി. കോസൽ രാജ്യത്തിന്റെ രാജാവിന് ആകെ ഒരു മകളുണ്ടായിരുന്നു, കൗസല്യ. ആ കൗസല്യെ കല്യാണം കിട്ടിയത് ശ്രീധരൻ കിട്ടിയതാണ് അയോധ്യ. അതിൽ കൗസല്യയുടെ മകന് മാത്രം അർത്ഥപ്പെട്ടതാണ് രാജ്യം. പക്ഷേ ശ്രീരാമനെ രാജാവ് അല്ലാതാക്കാൻ വേണ്ടി കൈകേയി ദശരഥ കളി കളിച്ചിട്ട് ശ്രീരാമൻ വനത്തിലേക്ക് പോയി. വനത്തിലേക്ക് അപ്പോൾ ദശരഥന് കൈകേയിക്ക് വല്ല അവകാശമുണ്ടോ? ഒരവകാശമില്ല. കൗസല്യെ കല്യാണം കഴിച്ചത് ശ്രീധരൻ കിട്ടിയ ഭൂമിയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ ദശരഥന്റെ ഫാദർ പുറപ്പെട്ട അയോധ്യ ഇപ്പോഴാ കൊടുക്കാൻ. പക്ഷെ അച്ഛനെ ബഹുമാനിച്ചിട്ട് ശ്രീരാമൻ വനത്തിൽ പോയി 14 വർഷം രാവണനെ പരാജയപ്പെട്ട് സീതയെ തിരിച്ചു. എന്നിട്ട് 18ാമത്തെ വയസ്സിൽ വനത്തിൽ ഉത്തമാവനം തിരിച്ചു വന്ന ശേഷം പിന്നെ 27 കൊല്ലം അദ്ദേഹം ഭരിച്ചു. 27 years. 60ാമത്തെ വയസ്സിൽ ദർശനജീവിതത്തി ആയപ്പോൾ യവനമായിട്ടുള്ള വഴക്കിന്റെ അവസാനമാണ് സരയൂ നദിയിൽ ജലസമാധിയിലൂടെ കൃഷ്ണലോകത്തേക്ക് ഭഗവാൻ ശ്രീരാമൻ തിരിച്ചു പോയത്. അപ്പൊ 27 കൊല്ലം കൊണ്ട് ശ്രീരാമൻ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത്? എന്താണ് ഈ രാമരാജ്യം? രാമരാജ്യം പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം പട്ടത്ത് കയറിയ ശേഷം ആദ്യമായി മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യും. അതാണ് അമാത്യന്മാർ. അതിനുമുമ്പ് രാജാവാണ് ഇഷ്ടംപോലെ പണി. പക്ഷെ ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചത് ശരിയാണ്. മന്ത്രിമാരെ അപ്പോയിന്റ് 8 പേര് സിവിലിയൻ മന്ത്രിമാർ. ഭരതനെ പ്രധാനമന്ത്രിയാക്കി, ലക്ഷ്മണനെ കുറിച്ച് പ്രതിരോധ മന്ത്രിയാക്കി, ശത്രുഘ്നെ കുറിച്ച് ധനകാര്യമന്ത്രിയാക്കി. അങ്ങനെ 8 പേര്. പിന്നെ 2 സ്പിരിച്വൽ മിനിസ്റ്റേഴ്സ്, പുരോഹിത മിനിസ്റ്റേഴ്സ്, വസിഷ്ഠന് വേറൊരാൾ. അന്തോടുകൂടി ശ്രീരാമൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നതല്ല. ഞാൻ പറയുന്നതല്ല ഓന്ന് പറയാനല്ല. ഞാൻ ചെറുപ്പമാണെങ്കിൽ 30 വയസ്സേ ഉള്ളൂ. എനിക്ക് തെറ്റുമല്ല. ഞാൻ വാങ്ങുമ്പോൾ തെറ്റ് പറഞ്ഞാൽ രാജാവെ ഈ പറയുന്ന തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ തിരുത്തണം. അതിനാണ് നിങ്ങൾ വെച്ചത്. ഇപ്പോഴത്തെ ഏതെങ്കിലും പ്രധാനമന്ത്രി പറയാൻ പറ്റില്ല. പ്രധാന പറയാം, എൻ്റെ തെറ്റ് നിങ്ങൾ എന്നൊക്കെ പ്രായപ്പെടുകയാണ്, ഞാൻ ചെറുപ്പമാണ്, എൻ്റെ തെറ്റ് നിങ്ങൾ തിരുത്തി തരണം. അങ്ങനെ കളക്റ്റീവായ ഡിസിഷനുകൾ, ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശ്രീരാമൻ ചോദിച്ചു, എന്ത് ചെയ്യണം? കരം കൂട്ടാൻ പാടും. അയോധ്യയേക്കാൾ കാര്യം കുറവാണ് അയോധ്യ. ശ്രീരാമൻ ഇറങ്ങി ജനങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? പൊന്നു രാജാവെ, അങ്ങയുടെ അച്ഛൻ പോയി ദശരഥൻ ദേവാസ യുദ്ധം നടത്തി കാടം കയറി മുടിച്ച് കാലം കയറ്റി ഞാൻ കൃഷി ചെയ്യാൻ വയ്യ. രാജാവിന് കാലം കൊടുത്തിട്ട് ബാക്കി കിട്ടുന്നത് ജീവിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങളൊരു അഞ്ചത്തോടെ കൃഷി ചെയ്യുന്നില്ല. അങ്ങനെ രാജ്യം മുഴുവൻ തരിശായ പാറ പോലെ കിടക്കാറുണ്ട്. ശ്രീരാമൻ എന്ത് വൈദ്യുതി കരം കൂട്ടണമെന്ന് മന്ത്രി, കരം കുറക്കണമെന്ന് ജനങ്ങൾ. ശ്രീരാമൻ പറഞ്ഞു, രണ്ടിനെ കുട്ടികൾക്ക് 20 തീരുമാനമാണ്. 20% ഈസ് ഇൻകം ടാക്സ്. നിങ്ങൾ കൃഷി ചെയ്ത് 100 നെല്ലുണ്ടായാൽ 20 നെല്ല് രാജാവിന് കൊടുക്കണം. ബാക്കി 80 നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ അതേ സ്ഥലത്ത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് 200 നെല്ലുണ്ടാക്കിയോ രാജ്യത്തിന് 40 നെല്ല് കൊടുക്കണം, 30 നിങ്ങൾക്ക് എടുക്കാം. ഇത് പറഞ്ഞോടുകൂടി രാജ്യത്ത് ജനങ്ങൾ കൃഷിയാണ്. അയോധ്യ സമ്പൽ സമൃദ്ധമായ സസ്യശ്യാമളമായ ഒരു ഭൂമിയായി മാറി. ഇത് ഈ പറഞ്ഞ കഥയാണ്, ബലാത്സംഗ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. സംസ്കൃതത്തിൽ കഥകളെ വെങ്ങാത്ത പുറകെ പ്രയോഗിക്കും. ആ വെങ്ങാത്ത പുറകെ പ്രയോഗിക്കുമ്പോൾ കേൾക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഗൗതമന്റെ ഭാര്യ അഹല്യയെ ശമിച്ച് പാറയാക്കുന്നു. ശ്രീരാമൻ ഒന്ന് പാറയിൽ ചവിട്ടിയപ്പോൾ അഹല്യയെ പാറയുടെ പുറത്തൊന്നും കഥയാണ്. അപ്പോൾ അഹല്യ എന്ന് പറഞ്ഞാൽ കല്യം ചെയ്യിപ്പാട് തോന്നി. കലവുന്ന കലപ്പുകൊണ്ട് ഉഴുതു മറിക്കാത്ത ഭൂമി. കർഷകൻ കൃഷി ചെയ്യാത്തതുകൊണ്ട് ഭൂമി അഹല്യയേക്കാൾ ഉഴുതു മറിക്കാതെ കിടന്നു. ഗൗതമൻ പറഞ്ഞാൽ ഭൂമി, അതേ വാക്കിൽ നാം പശു നോക്കുന്നുണ്ട്. ഗൗതമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ. ഗൗതമൻ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ ഉഴുതു മറിക്കാത്ത
അഹില്യയെ ഉഴുതു മറക്കാതെ കടന്നു. ദേവേന്ദ്രൻ മഴയുടെ ദേവനാണ്, ഇനിയും മഴയായിട്ട് ഉപയോഗിച്ചു നോക്കി. അതാണ് ദേവേന്ദ്രൻ കടന്നു പിടിക്കാൻ ശ്രമിച്ചെന്ന് പറയാം. മഴയെല്ലാം വീണ്ടും ഒന്നും സംഭവിച്ചില്ല. ശ്രീരാമന്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ രാജ്യത്തെ മാറ്റിമറിച്ചപ്പോൾ അയോധ്യ വീണ്ടും സമ്പൽ സമൃദ്ധമായ സസ്യസമ്പന്ന പ്രകൃതിയായി. രാമായണം എടുത്ത് പറഞ്ഞ അഹല്യ കടക്കുന്ന ഒന്നും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അഹല്യ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന മേഘരൂപത്തിലായിരുന്നു. ശ്രീരാമനെ മേഘത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അഹല്യ സ്ത്രീയായി മാറിയാണ് രാമായണത്തിലെ കഥ. അപ്പോൾ ഈ വ്യംഗ്യാർത്ഥ പ്രയോഗത്തിൽ അഗ്രികൾച്ചർ പോളിസിയാണ് നമ്മൾ ഈ കേൾക്കുന്ന സാമം. 400 കൊല്ലത്തിൽ മുമ്പ് അമ്പലപ്പുഴയിൽ ചിത്രരാമായണം നടത്തുണ്ടായി. രാമായണം 1000 ചിത്രങ്ങളായിട്ട് നടത്തുണ്ടായി. അവിടെ ശ്രീരാമൻ അഹല്യ ചവിട്ടുന്നില്ല. കാരണം മര്യാദ പുരുഷനായ ശ്രീരാമൻ ഒരു സ്ത്രീ പാതയെ കണ്ടപ്പോൾ സ്ത്രീ ചവിട്ടാൻ പാടില്ല. അവിടെ ശ്രീരാമൻ വലത്തെ കാലിനെ പൊക്കി ഇടത്തെ കൈകൊണ്ട് അടിത്തട്ടിയിട്ട് രണ്ടൂന്ന് മണത്തിന്റെ ആ പാതയിലേക്ക് വഴി അവിടെ നിന്ന് അഹല്യയിൽ നിന്നായിട്ടാണ് ചിത്രരാമായണത്തിലെ കഥ. ആ ചിത്രരാമായണ കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് പുസ്തകമൊക്കെ 1000 രൂപയ്ക്ക് 1000 ചിത്രങ്ങളിൽ രാമായണ കഥ. അപ്പോൾ അഗ്രികൾച്ചർ പോളിസി ഡെവലപ്പ് ചെയ്യണം. 4 ദിവസം കഴിയുമ്പോൾ കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി സംസ്ഥാന മന്ത്രിയൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവാണ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മൾ 100 രൂപ ഉണ്ടാക്കിയാൽ 30 രൂപ ഇൻകം ടാക്സ്, 18 രൂപ യൂണിയൻ്റെ ടാക്സ്, ബസ്സുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കാം ടാക്സ്, നമ്മൾ കൊടുക്കാം ടാക്സ്. വലിയപ്പോൾ നമുക്കൊരു വസ്തു തന്നാൽ 10,000 രൂപ ടാക്സ്, വലിയപ്പോൾ നമുക്കൊരു വീട് തന്നാൽ 8,000 രൂപ ടാക്സ്. എല്ലാം കൂടി ഇന്ത്യയിൽ ഇപ്പോൾ ഒരു മനുഷ്യന് 100 രൂപ വരുമാനം ഉണ്ടെന്നുണ്ടല്ലോ. 78 രൂപ കാലാണ് നമുക്ക് കിട്ടുന്ന 22 രൂപ. ഈ ഗതിയിൽ ശ്രീരാമൻ ഒഴിവാക്കി രാമായണം. ബാക്കി ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണെന്ന് പറയുന്നത്. അപ്പോൾ ഫലം ഇൻകം ടാക്സ് റിഫോം ചെയ്തിട്ട് രാജ്യത്ത് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കി. പിന്നെ ശ്രീരാമൻ ചെയ്ത ശ്രീരാമൻ റോഡുകളിൽ വേസ്റ്റ് എന്ന സ്ഥാനം ഇല്ലാതാക്കി. ദുർഗന്ധമോ ദുറായ സാധനങ്ങളോ അയോധ്യയിലെ ഒരു റോഡിൽ കാണാനായിരുന്നില്ല. ജനങ്ങളുടെ പഞ്ചായത്തും രാജാവിന് സൈന്യം കൊടുത്തത് എല്ലാം വേസ്റ്റും മാറ്റി. സരയൂ നദിയിൽ ഇറങ്ങി നോക്കിയാൽ താഴെയുള്ള പാറ കാണാമായിരുന്നു. നദിയിൽ ഒരു വിഷമില്ല, ഒരു പൊല്യൂഷനില്ല, കണ്ണീരിലേക്ക് നമുക്ക് കാണാമായിരുന്നു. റോഡിന് 2 സൈഡിലും പൂക്കളുള്ള ചെടികൾ വെട്ടിപ്പിടിക്കാൻ മനസ്സിലാക്കാം. അയോധ്യ റോഡിലൂടെ നടന്നാൽ 2 സൈഡിലും കളറുള്ള പുഷ്പങ്ങളാണ്. ഈ പുഷ്പങ്ങൾ കണ്ടുകൊണ്ട് നടക്കാം. ഈ പുഷ്പങ്ങൾ ഉണ്ടാക്കുന്ന സുഗന്ധം ശ്വസിച്ചുകൊണ്ട് നടക്കാം. ഡൽഹി നടക്കുന്ന പോലെ ശ്വസിച്ചാൽ ചുമക്കിയല്ല, സുഗന്ധമുള്ള പുഷ്പമുള്ള സുഗന്ധം ശ്വസിച്ചുകൊണ്ട് അയോധ്യയുടെ നടുവിലൂടെ നടക്കാൻ പറ്റി. രാമായണെടുത്ത് വായിക്കണം രാമരാജൻ എന്താണെന്നത്. ഇതാണ് ഗുഡ് അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് ശ്രീരാമൻ ഉണ്ടാക്കിയ രാമരാജ്യം. ഒരു രാജ്യം എങ്ങനെയാണ് രാജാവ് ഭരിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് ശ്രീരാമന്റെ അവതാരം. അടുത്ത അവതാരം ബലരാമൻ. ബലരാമന്റെ ആയതാണ് കലപ്പയിലെ കർഷകൻ. മനുഷ്യൻ അഗ്രികൾച്ചർ സ്റ്റേജിലേക്ക് കയറി. ആ പ്രൊപ്പറ്റേറ്റീവ് ഫാമിംഗ് അവൻ പഠിച്ചു. പ്രൊപ്പറ്റേറ്റീവ് ഫാമിംഗ് പഠിച്ചിട്ട് അവൻ ആ കൃഷി ചെയ്ത് അഗ്രികൾച്ചർ സൊസൈറ്റിയാക്കി സമ്പൽ സമൃദ്ധമായ സസ്യശ്യാമളമായ പ്രകൃതി ഉണ്ടാക്കി. അതാണ് ബലരാമന്റെ സൃഷ്ടി. അപ്പോൾ ബലരാമന് ശ്രീകൃഷ്ണൻ കാരണം ദ്വാരകയിലേക്ക് പോയി. ഈ ദ്വാരകയിൽ ബലരാമൻ ശ്രീകൃഷ്ണൻ ഒന്നുമല്ല, രാജാക്കന്മാരൊന്നുമല്ല. കാരണം ദ്വാരക എന്ന് പറയുന്നത് കുശസ്ഥലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കുശസ്ഥലിലെ രാജാവിന് 3 ആൺമക്കളും ഒരു മകളുമായി. ആ മകളുടെ പേര് ആയിരുന്നു രേവതി. അപ്പോൾ ഈ രേവതി ആരെങ്കിലും കല്യാണം കഴിക്കണം. രാജാവ് പോയിട്ട് ബ്രഹ്മാവിനോട് ചോദിച്ചു. നമ്മൾക്ക് മാരേജ് പ്രോപ്പറായിട്ട് ചോദിക്കുക. അവർ ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മ പറഞ്ഞു, ഭഗവാൻ വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ. അങ്ങനെ ഒരു ചേട്ടനോട് കല്യാണം കഴിക്കുക. ആ ദേവൻ ഭൂമിയിൽ വന്ന ബലരാമനെ കൊണ്ട് ദേവതയെ കല്യാണം കഴിച്ചു. അപ്പോൾ ഈ ദേവൻ രാജ്യം 4 പകർത്തു. 4 മകൾക്ക് ശ്രീധരൻ കൊടുത്തു. ഈ രേവതിക്ക് ശ്രീധരൻ കൊടുത്ത സ്ഥലമാണ് ദ്വാരക. അതായത് ബലരാമന്റെ ശ്രീധരൻ കൊടുക്കുന്നതാണ് ദ്വാരക. അവിടെ ഭാര്യ കഴിക്കും. അവിടെ കൂടെ എല്ലാം ശ്രീകൃഷ്ണൻ കൂടെ നിൽക്കുക. അത്രേ ഉള്ളൂ. അവിടെ റൗണ്ട് ടീംസ് അല്ല, എംപറേഴ്സ് അല്ല. ആ ദ്വാരകയിലെ കൃഷി സമ്പ്രദായം വളരെ നന്നായിട്ട് നടപ്പാക്കി ബലരാമൻ അഗ്രികൾച്ചർ വ്യവസ്ഥ ഉണ്ടാക്കി. കേരളം ദൈവം സസ്യശ്യാമളമായ പ്രകൃതി നൽകി. 28 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നൽകി.
ഏറ്റവും ഫലഭൂയിഷ്ടമായ നെൽവയൽ 28 ലക്ഷം ഹെക്ടർ നെൽവയൽ തരിശായി കിടക്കാൻ കൃഷിയില്ല, നെൽകൃഷിയില്ല. ഇവിടെ ഏറ്റവും സമൃദ്ധമായ ഭൂമി ബേസ് ലാൻഡായിട്ട് മലയാളികൾ കരുതുക. മലയാളികൾക്കുള്ള ലെസനാണ് ബലരാമന്റെ അവതാരത്തിൽ കാർഷിക വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് ഭൂമി നട്ടുതിരിച്ചത്, എങ്ങനെയാണ് വെള്ളം തിരിച്ചിട്ട് എല്ലാവർക്കും വെള്ളം കിട്ടാനുള്ള ഇറിഗേഷൻ ഉണ്ടാക്കിയത്, ഇതെല്ലാം ഭാഗവത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബലരാമന്റെ അഡ്മിനിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് 9ാമത് അവതാരം, 3 അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ എന്താ ചെയ്തത് അത് വളരെ ശ്രദ്ധേയമാണ് മനസ്സിലാക്കാൻ. ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തിൽ ആദ്യമായി പാർലമെന്ററി ഡെമോക്രസി നടപ്പാക്കി. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കും, ഗ്രീക്ക് ഉണ്ടാക്കുന്ന വർഷം കൊണ്ട് എന്തോ ജനാധിപത്യം ഉണ്ടാക്കണം, ഏതെങ്കിലും 10% ഞങ്ങൾക്കൊരു വോട്ടവകാശമില്ല, അതെങ്ങനെ ജനാധിപത്യമാവുന്നത്? ഓടികാശമില്ല. ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ എല്ലാ ആളുകൾ വോട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വോട്ട് ചെയ്ത് 36 പേരുള്ള ഒരു അസംബ്ലി ഉണ്ടാക്കി, ഒരു പാർലമെന്റ് ഉണ്ടാക്കി. അതിനെ ഭാഗവതം ദശസ്കന്ധത്തിൽ കൃത്യമായി പേര് വിളിച്ചിട്ടുണ്ട്. ദാസാഹി, ദാസന്മാർ, അർഹരായവരെ തെരഞ്ഞെടുക്കുന്ന പാർലമെന്റ്. ആ പാർലമെന്റിലെ ചർച്ച ഭാഗവത കൃത്യം ഉപയോഗിച്ചിട്ടുണ്ട്. മധ്യനിരോധന ആദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഓരോ നിയമവും ചർച്ച ചെയ്യുന്ന എങ്ങനെയാണ് പാർലമെന്റ് കൃത്യമായി രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഡെമോക്രസി കൊണ്ടുവന്നു ഭഗവാൻ കൃഷ്ണൻ. ഫസ്റ്റ് ഇലക്ടഡ് പാർലമെന്റ് വേൾഡ്. ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധനഗിരി ഉയർത്തിയ കഥ നമ്മൾ വായിക്കാം. നമ്മൾ ഈ ചിത്രത്തിൽ ഇങ്ങനെ വെള്ളം കണ്ടത്തിൽ ഇങ്ങനെ ഗോവർദ്ധന മുഖ്യങ്ങളാണ്. ഞാൻ ഈ ഗോവർദ്ധന കാണാൻ 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതിയുള്ള പർവ്വത നിലയാണ് ഈ ഗോവർദ്ധന. മില്യൺസ് ഓഫ് ടൺസ് ഭാരമാണ് അത് പൊക്കാനുള്ളത്. അപ്പോൾ ഈ ഗോവർദ്ധന എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്ന ഡെവലപ്മെന്റ്, ആ ഏരിയയെ എക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവന്നാണ് എൻ്റെ അർത്ഥം, അല്ലാതെ കൈകൊണ്ട് പൊക്കിയെന്നതിൻ്റെ അർത്ഥം. ഭഗവാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ഗോവർദ്ധനത്തിൽ വെള്ളമില്ല. അപ്പോൾ വെള്ളം എന്നെ കൊണ്ടുവരും. അപ്പോൾ പണ്ട് നമ്മുടെ ലോകപാതൻ നാട്ടിൽ മഴ പെയ്യാനായിട്ട് നമ്മുടെ ഋഷസിന്റെ മുന്നിൽ കൂട്ടുന്ന 40 ദിവസം യാഗം. അവസാനം മഴ പെയ്യും. നിങ്ങൾ വൈശാലി സിനിമയിൽ കണ്ടിട്ട് 40 ദിവസം യാഗം കഴിഞ്ഞ് മഴ പെയ്യും. അവസാനം ഈ തലയിൽ കൊമ്പുള്ള സ്ത്രീ എന്താണെന്നറിയാത്ത ഈ ഋഷിക്ക് എന്തോ സമാനം കൊടുക്കുന്നറിയാമോ? വളർത്തുന്നവരെ കൊണ്ട് ശാന്തയാരാണ്? ശ്രീരാമന്റെ 3 സഹോദരിയാണ്. കൗസല്യ ആദ്യ പുസ്തകത്തിൽ കുട്ടിയാണ്. അപ്പോൾ അവിടെ രാജാവൊക്കെ പോലെ ദശരഥനൊരു മെയിൻ ഷോവിനിസ്റ്റാണ്. അതുകൊണ്ട് ഈ മകളെ രാജാവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് അവരെ ദാനം കൊടുത്തു ലോകമാണ്. ഈ 21 ദിവസം ദശരഥന്റെ മക്കളുണ്ടായി. അവസാനം ഈ ഋഷസിക്ക് മുന്നിൽ മോളെ കല്യാണം കഴിച്ച് ഋഷസിക്ക് മുന്നിൽ കൊണ്ടുവന്ന് പുത്രകാമേഷൻ നടത്തിയിട്ടാണ് ശ്രീരാമനും ലക്ഷ്മണനും പാതൽ സമുദ്രത്തിനെ കൊണ്ടാകും. നമുക്കറിയാവുന്ന കഥ. അപ്പം ഈ പരിപാടി ചെയ്യാൻ പോയാൽ ഭയങ്കര ചിലവാണ്. 40 ദിവസം മെനക്കെടാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ അറിയാമോ? റിവേഴ്സ് പ്രോസസ്. ഈ നേരാളുടെ ദേവനെ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മൾ അപ്പന്മാരെ ഒഴുകി അങ്ങനെയാണ്. ഇതിപ്പോൾ കാണിച്ചത് ഒറ്റ മഴ, 40 ദിവസം മഴ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് സോപ്പിട്ട് കാര്യം സാധിക്കാം. നമ്മൾ ഇത് അങ്ങനെയാണ്. ഇതിപ്പോൾ കാണിച്ചത് ഒറ്റ മഴ, 40 ദിവസം മഴ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് സോപ്പിട്ട് കാര്യം സാധിക്കാം. നമ്മൾ ഇത് പരിപാടി ഇതാണല്ലോ, ശ്രീകൃഷ്ണ പരിപാടി, പരിപാടിയാണ്. ഞാൻ പോലീസുള്ള പ്രിൻസിപ്പൾ, ഒരു പോലീസുകാരൻ മഹാശല്യം. അവനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് 2 മണിയിൽ ലെറ്ററയച്ചു. പക്ഷേ DGP അങ്ങനെയൊന്നുമില്ല, എൻ്റെ റിക്വസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ അടുത്ത മാസം പരിപാടി ഈ പോലീസുകാരല്ലാതെ പോലീസ് സ്റ്റേഷനിലുള്ളത് നിലനിൽക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇവരെ ഒരു മാസം മാറ്റുമെന്ന് പ്രപ്പോസ് ആയി. അങ്ങനെ പോലീസുകാരൻ ഇന്ന് അവനെ കാണിച്ചത് ഒറ്റയായി DGP തൃശ്ശൂർ ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ പരാമർശം ടെക്നിക്കൽ പ്രയോഗിച്ചാൽ നമ്മൾ ഈ ഒരാളെ സോപ്പിട്ട് കാര്യം ചെയ്യാം, എതിർത്തിട്ട് കാര്യം സാധിക്കാം. ഭഗവാൻ കൃഷ്ണൻ റിവേഴ്സ് പ്രോസസ്. ഒരു ദിവസം കൊണ്ട് മഴ പെയ്യും. ദേവേന്ദ്രൻ കുളിക്കേണ്ടെന്ന് മറ്റേ ലോകപാതം ലക്ഷക്കണക്കിന് രൂപയിലാക്കി 40 യാഗം ചെയ്തിട്ടാണ് അംഗരാജ്യത്തെ മഴ പെയ്തത്. അങ്ങനെ മഴ പെയ്തപ്പം ഈ ഗോവർദ്ധനം വലിയ ഡെവലപ്മെന്റ് ആയി. ഞാൻ ആ ഗോവർദ്ധനം കാണാൻ പോയി. മേലെ അക്കത്ത് ചെയ്യുന്നപ്പോൾ സ്വർണം പൂശിയൊരു ക്ഷേത്രം, ഒരു 100 വീട്ടിൽ താഴെ വന്നപ്പോൾ വെള്ളി പൂശിയൊരു ക്ഷേത്രം, പിന്നൊരു 100 വീട്ടിൽ താഴെ വന്നപ്പോൾ ചെമ്പ് പൂശിയൊരു ക്ഷേത്രം, പിന്നൊരു 100 വീട്ടിൽ താഴെ വന്നപ്പോൾ ഇരുമ്പ് പൂശിയൊരു ക്ഷേത്രം. അങ്ങനെ 7 ക്ഷേത്രങ്ങൾ കഴിഞ്ഞ് താഴെ എത്തിക്കൊണ്ട് വെറും കളിമണ്ണ് മാത്രമുള്ള ക്ഷേത്രം. ഞാൻ പൂജ കഴിച്ച് എന്തോ പൂജാരിൻ്റെ അക്കം. അതെ, മേലക്കത്തോളം സ്വന്തം പൂശിയ ക്ഷേത്രം. മനുഷ്യനെ വലിയ പ്രൊമോഷൻ വലിയ സാധനം കോടീശ്വരനാണോ അഹങ്കാരം. അതാണ് ഈ സ്വർണ്ണം പൂശിയ ക്ഷേത്രം.
ഇടയ്ക്കുള്ള ബിസിനസ് ഒന്നും പൊട്ടും, അവൻ്റെ ഭാര്യ ഒന്നും കാണാൻ. അതാണ് ഈ വലിയ ബിസിനസ്സാക്കുക. അങ്ങനെ കാണുന്ന അവസാനം ചാവുന്നു. മനുഷ്യൻ വന്നത് കളിമെന്നാണ് അതിനെ പഠിപ്പിക്കുക. ഈ തത്വം കേട്ടപ്പോൾ ഞാൻ വീണ്ടും മല കയറി. കാരണം ഈ ആദ്യം കണ്ടപ്പോൾ അപ്പം മനസ്സിലായില്ല. വീണ്ടും മല കയറി ഞാൻ 8 ലോകത്തിൽ 8 ക്ഷേത്രങ്ങൾ കണ്ടു. ഇത് അർത്ഥം ലോകക്ഷേത്രങ്ങൾ തരില്ല. അപ്പോൾ ലോകത്തിൻ്റെ ഉദ്ധരിച്ചെന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ ഇപ്പം 4 കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ ഭൂമിയെ എക്കണോമിക്കലി ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ രാജാവ് എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് നടത്തേണ്ടത്? അത് പഠിപ്പിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ലോകസ്ത്രീകളുടെ വസ്ത്രം എടുത്ത് മാറ്റുന്ന കഥകളൊക്കെ ഉണ്ടാവും. അതിനാണ് ഭഗവാൻ ചെയ്യാൻ പറയുന്നത് തെറ്റായിട്ട് എന്ന് നിങ്ങളത് കേട്ടിട്ടുണ്ടോ? അതേപ്പറ്റി പറയും. അപ്പോൾ ഞാൻ ഈ പുലിക്കടവ് കാണാൻ എന്താണ് അവിടെ സംഭവിച്ചത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഭൂമിയിൽ ഈശ്വരൻ സൃഷ്ടിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യസ്ത്രീയുടെ ശരീരം. ഒരു മനുഷ്യസ്ത്രീയുടെ സൗന്ദര്യം അത്ഭുതം തന്നെയാണ്. അവളുടെ ചുണ്ടും കവളും കൊണ്ട് അവൾ 3 തലമുറ സന്തോഷിപ്പിക്കും. അച്ഛനും ഭർത്താവിനെ കിസ് ചെയ്യും, കുട്ടികളെ കിസ് ചെയ്യും. അങ്ങനെ ചുണ്ടും കവളും കൊണ്ട് അവൾ 3 തലമുറ സന്തോഷിപ്പിക്കും. അവളുടെ സ്ഥലത്തിലേക്ക് വരുമ്പോൾ 2 തലമുറ സന്തോഷിപ്പിക്കും. ആ സ്ഥലം കൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ഭർത്താവിന് ഭയങ്കര സന്തോഷം. ആ സ്ഥലത്തിൽ നിന്ന് പാൽ കുടിക്കുമ്പോൾ കുട്ടികൾക്ക് അമ്മയോട് മരണം വരെ കൂറുണ്ടാവും. പക്ഷെ അവരുടെ ജോലിയിലേക്ക് വരുമ്പോൾ അത് 1 തലമുറയ്ക്ക് മാത്രമുള്ളതാണ്, ഭർത്താവിന് മാത്രമുള്ളതാണ്. ആ ജോലി നാളത്തോടെ കുഞ്ഞറിയേണ്ട കുഞ്ഞിനെ അറിഞ്ഞതാണ്. പക്ഷെ അവരുടെ ജോലി നാളത്തോടെ ഒരു പുരുഷൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖത്തിൻ്റെ പാരമ്പര്യം ചെയ്യാൻ ഒരു സ്ത്രീ കഴിയും. പക്ഷേ ഇത് കാണേണ്ടത് മാത്രമേ കാണാവൂ. എല്ലാവരും കാണിക്കേണ്ട സാധനമല്ല. ഇത് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോൾ ഞാൻ ഈ കടയിൽ ചെന്നപ്പോൾ സ്ത്രീകളെ ഈ വസ്ത്രം കൂടി വെച്ചിട്ട് ഒരു 30 മീറ്റർ നടക്കണം വെള്ളത്തിൽ ചെല്ലാൻ. അത് കഴിഞ്ഞ് അവിടെ കുളിച്ച് കഴിഞ്ഞ് തിരിച്ചത് 30 മീറ്റർ കയറി വന്നെങ്കിൽ ഈ വസ്ത്രം എടുത്ത് തിരിച്ച് ഉൾക്കാൻ പറ്റുമോ? അപ്പോൾ ഈ കടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 40 മരമാണ്. ചെറുന്ന ചില്ലമുള്ള ഇലയും ചില്ലകളാണ്. അവിടെ കയറി ഒളിച്ചിരുന്നാൽ അവന് ഈ സ്ത്രീകൾ വസ്ത്രം മാറി കടലിലേക്ക് പോകുമ്പോൾ 30 മീറ്റർ ഫ്രീ ഷോ ബാക്ക് സൈഡ് വിളിച്ചിട്ട് കയറി വരുമ്പോൾ 30 മീറ്റർ ഫ്രീ ഷോ. അങ്ങനെ ക്യാമറ ഒന്നും ഇല്ല, അല്ലാതെ ഫോട്ടോഗ്രാഫി കഴിഞ്ഞാൽ ഫ്രണ്ട് ഫ്രീ ഷോ. ഈ റോഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീകൾ മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ അവരുടെ വസ്ത്രം എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ട് അവരോട് പറഞ്ഞ് നേരെ അല്ലെങ്കിൽ ചെയ്യേണ്ടത് അപകടമാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പോയതിന് ശേഷം ആ കടവിലെ സ്ത്രീകൾ അവിടെ കുളിക്കാൻ നടക്കുമ്പോൾ നടക്കുന്ന മത്സ്യത്തെ കുളിക്കാൻ നടക്കുന്നു. അപ്പോൾ സ്ത്രീകളുടെ ശരീരം ഫ്രീ ഷോ പാടില്ല. അത് ആ സ്ത്രീകളെ മനസ്സിലാക്കാൻ വേണ്ടി രാധയ്ക്ക് കൂട്ടുകാരികൾക്ക് വേണ്ടി ഭഗവാൻ ചെയ്യുന്നത് അത്ഭുതമാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ അവതാരം പൂർണ്ണാവതാരമാണ്. പൂർണ്ണാവതാരത്തിൽ വളരെ കൃത്യമായി ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഡൂസും ഡോൺസും റെക്കൺസിലേഷൻ. വാട്ട് ഈസ് ഡെമോക്രസി? എങ്ങനെയാണ് ജനാധിപത്യം കിട്ടുന്നത്? സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ എന്താണ്? ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ക്രിട്ടിക്കൽസായി. അതങ്ങോട്ട് കഴിയുമ്പോൾ ദശാവതാരത്തിൽ അവസാനത്തെ അവതാരം. പുരാണത്തിൽ അവതാരത്തെ വിളിച്ചത് കർക്കി എന്നാണ്. കർമ്മത്തിൻ്റെ അവസാനം കുറിക്കുന്ന അവതാരം കർക്കി. പക്ഷേ ലൗകിക സംസ്കൃതം വന്നപ്പോൾ ആ കർക്കി മാറ്റി കൽക്കി എന്നായി. കാലത്തിന് അവസാനം കുറിക്കുന്ന അവതാരമായി. അപ്പോൾ കൃതയുഗത്തിൽ ധർമ്മം 4 കാലം നിൽക്കും, ത്രൈരായുഗത്തിൽ 3 കാലം, ദ്വാപരയുഗത്തിൽ 2 കാലം, അവസാനം കലിയുഗത്തിൽ ഒറ്റക്കാലം. ഒറ്റക്കാലം നിൽക്കുന്ന ഈ കലിയുഗത്തിൽ അധർമ്മം പെരുകിയ ശേഷം മനുഷ്യൻ അവൻ്റെ സംസ്കാരത്തിന് നാശം കുറിക്കും. അങ്ങനെ നാശം കുറിക്കുമ്പോൾ ഭഗവാൻ കൽക്കിയായി വന്നിട്ട് ഈ ലോകത്തെ വീണ്ടും തിരിച്ച് ഹൃദയത്തിലേക്ക് പോകും. പല ദൈവത്തിനും കൽക്ക് നിലനിന്ന് നശിപ്പിക്കണമെന്നില്ല. കൽക്ക് വന്ന് അധർമ്മത്തെ നശിപ്പിച്ച ശേഷം യോഗത്തെ കലിയുഗത്തെ വീണ്ടും ഹൃദയത്തിലേക്ക് പോവുക. പക്ഷേ പ്രധാന മണ്ണെന്നുള്ളത് നമ്മൾ വൈഷ്ണവ മണ്ണെന്നല്ല. വൈഷ്ണവം സൂര്യഭഗവാനാണ്. സോളാർ മനുഷ്യരുടെ കാലമാണ് ഈ വൈഷ്ണവ മണ്ണെന്ന്. ഇനി അടുത്ത മണ്ണെന്ന് എവിടെയാണ്? വേദാസത്തിനെ പറയുന്നു രാസാനുഗതി എന്ന നക്ഷത്രത്തിൻ്റെ സമൂഹമാണ് ഈ മനുഷ്യണ്ടാവുന്നത്. മലയാളം തൃക്കേട നക്ഷത്രത്തിൻ്റെ യൂഥത്തിൽ തൃക്കേട്ട സിസ്റ്റത്തിലാണ് ഈ അടുത്ത ജന്മത്തിൽ മനുഷ്യനുണ്ടാവുന്നത്. ഭൂമിയിൽ വിടനും കുടിനെല്ലാം ആറ്റമുള്ള മനുഷ്യനെല്ലാം. അപ്പോൾ കൽക്കി കാലത്തിന് അവസാനം കൊടുത്ത ശേഷം അധർമ്മത്തെ മാറ്റി വീണ്ടും ഹൃദയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാം. അപ്പോൾ ഇനി ഏതുതരം ഇൻഡിസിപ്ലിനോ ഏതുതരം അധർമ്മം ഉണ്ടായാൽ ഭഗവാൻ അവസാനം അതിനെ കറക്റ്റ് ചെയ്ത് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ദശാവതാര ശാസ്ത്രം നടക്കാൻ പോകാം.
ഈ ഞാൻ 10 ദിവസം കൊണ്ട് 10 അവതാരങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അത് ഏതാനും ചില പോയിന്റുകൾ മാത്രം നിങ്ങളോട് സംസാരിച്ചാണ് നിങ്ങളെ ഓരോ അവതാരത്തിൻ്റെയും സാരാംശം മനസ്സിലാക്കുക. ദേവി ഭാഗവതം വായിച്ച ഭഗവതിയുടെ 10 അവതാരത്തിൻ്റെയും സാരാംശം മനസ്സിലാക്കുക. ശിവപുരാണം വായിച്ച് പരമശിവന്റെ 18 അവതാരം കഴിയുമ്പോൾ ഭഗവാൻ കൽക്കിയായി വന്നിട്ട് ഈ ലോകത്തെ വീണ്ടും തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും. പലരും ധരിച്ചു കൽക്കൽ എല്ലാത്തിനും നശിപ്പിക്കണമെന്നില്ല. കൽക്ക് വന്ന അധർമ്മത്തെ നശിപ്പിച്ച ശേഷം ലോകത്തെ കലിയുഗത്തെ വീണ്ടും ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ പ്രധാന നന്ദുള്ളത് നമ്മൾ വൈഷ്ണവ നന്ദത്തല്ല. വൈഷ്ണവം സൂര്യഭഗവാനാണ്. സോളാർ സിസ്റ്റത്തിൽ മനുഷ്യരുടെ കാലമാണ് ഈ വൈഷ്ണവ മണ്ണുതര. ഇനി അടുത്ത മണ്ണുതര എവിടെയാണ്? കൃത്യമായി പറയുന്നു, രാസാവിദ്യയിൽ നിന്ന് നക്ഷത്രത്തിന്റെ സമൂഹമാണ് ഈ മനുഷ്യരുണ്ടാവുന്നത്. മലയാളം തൃക്കേട്ട നക്ഷത്രത്തിന്റെ യൂഥത്തിൽ തൃക്കേട്ട സിസ്റ്റത്തിലാണ് ഈ അടുത്ത മനുഷ്യരുണ്ടാവുന്നത്. ഭൂമിയിൽ കുടിനെല്ലാം ആട്ടമുള്ള മനുഷ്യൻ. അപ്പോ കൽക്കി കാലത്തിന് അവസാനം കൊടുത്ത ശേഷം അധർമ്മത്തെ മാറ്റി വീണ്ടും ഹൃദയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ. അപ്പൊ ഇനി ഏതുതരം ഇൻഡിസിപ്ലിനോ ഏതുതരം അധർമ്മം ഉണ്ടായാൽ ഭഗവാൻ അവസാനം അതിനെ കറക്റ്റ് ചെയ്ത് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെയാണ്. അപ്പൊ ഇവിടെ ദശാവതാര ശാസ്ത്രം നടക്കാൻ പോകാം. ഇനി ഞാൻ 10 ദിവസം കൊണ്ട് 10 അവതാരങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അത് ഏതാനും ചില പോയിന്റുകൾ മാത്രം നിങ്ങളോട് സംസാരിച്ചാണ് നിങ്ങളെ ഓരോ അവതാരത്തിൻ്റെയും സാരാംശം മനസ്സിലാക്കുക. ദേവി ഭാഗവതം വായിച്ച ഭഗവതിയുടെ 10 അവതാരത്തിൻ്റെയും സാരാംശം മനസ്സിലാക്കുക. ശിവപുരാണം വായിച്ച് പരമശിവന്റെ 18 അവതാരം ദശാവതാരങ്ങളുടെ സാരാംശം മനസ്സിലാക്കുക. അപ്പോഴാണ് സനാതനത്തിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ ദശാവതാര ക്ലാസ്സിൽ ദശാവതാരത്തിന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കി സനാതനത്തിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കാൻ ഈ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തരും കൈകാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം 1 മണിക്കൂർ അവസാനിക്കുന്നു. കറക്റ്റ് 1 മണിക്കൂറായി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.